Hello everyone, hope you're all having a really good day. Myself Tanuja and നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ബയോളജി അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിയിൽ +2 ബയോളജിയിലെ ഏത് ചാപ്റ്ററാണ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 3ാമത്തെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഒക്കെ കണ്ടവരുമുണ്ടെങ്കിൽ മാത്രമേ ഈ ഭാഗം കാണാൻ പാടുള്ളൂ. ഇത് കണ്ടിന്യൂഷനാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ എവിടെയാണ് നിർത്തിയത്? സ്ട്രക്ചർ ഓഫ് ഇൻസുലിൻ പറഞ്ഞിട്ടാണ് നിർത്തിയത് അല്ലേ. ഇൻസുലിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ പറയണം എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. നമ്മൾ പറഞ്ഞിട്ടില്ല ഇൻസുലിൻ എന്താണെന്ന് പറഞ്ഞു, ഇൻസുലിൻ ഇല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇൻസുലിൻ്റെ സ്ട്രക്ചറും കൂടെ പറഞ്ഞാലേ നമുക്ക് ഇൻസുലിൻ ബയോടെക്നോളജി വഴി എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻസുലിൻ്റെ സ്ട്രക്ചർ പറയണ്ടേ അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ സ്ട്രക്ചറാണ് ഇൻസുലിൻ്റെ. വേണം ഞാൻ വരച്ച് കാണിച്ചു തരാം ഇൻസുലിൻ്റെ സ്ട്രക്ചർ അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇൻസുലിൻ ഒരു ചെയിൻ ഉണ്ട്. ബെസ്റ്റ്. നിങ്ങൾക്ക് കാണുന്നില്ലല്ലോ, ഇൻസുലിൻ്റെ ചെയിൻ കണ്ടിരുന്നോ നിങ്ങൾ? ഇപ്പം ഞാൻ വരച്ചത് ഇല്ല. ഇതാണ് ഇൻസുലിൻ്റെ ആദ്യത്തെ ചെയിൻ. 1 minute guys, there's some problem with okay. ഇതാണ് ഇൻസുലിൻ്റെ ആദ്യത്തെ ചെയിൻ എ എന്ന് നമുക്ക് വിളിക്കാം. ചെയിൻ എ. ഓക്കെ, ഇൻസുലിൻ്റെ വേറെയും ചെയിൻ ഉണ്ട്. ഇതാണ് ഇൻസുലിൻ്റെ രണ്ടാമത്തെ ചെയിൻ ബി എന്ന് വിളിക്കാം. ഇത് ചെയിൻ എന്ന് പറയുമ്പോൾ എന്താ? ഈ ചെയിനാ സിൽവറിൻ്റെയോ അല്ലെങ്കിൽ ഗോൾഡിൻ്റെയോ അല്ലെങ്കിൽ പ്ലാറ്റിനത്തിൻ്റെയോ ചെയിനാ? ആ ചെയിൻ അല്ല കേട്ടോ, പോളിപെപ്റ്റൈഡ് ചെയിനാണ്. എന്താണ് പോളിപെപ്റ്റൈഡ് ചെയിൻ? പറഞ്ഞുതരാം. ഒരു അമിനോ ആസിഡ് ഒരു പെപ്റ്റൈഡ് ബോണ്ട്, മറ്റൊരു അമിനോ ആസിഡ് ഒരു പെപ്റ്റൈഡ് ബോണ്ട്, ഒരു അമിനോ ആസിഡ് പെപ്റ്റൈഡ് ബോണ്ട്, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരു പോളിപെപ്റ്റൈഡ് ചെയിനാണ് എന്തെന്ന് പറയുന്നത്. 2 ചെയിനും തന്നെ കേട്ടോ. 2 ചെയിനും എന്താ? പോളിപെപ്റ്റൈഡ് ചെയിനുകളാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന റൗണ്ട് സാധനങ്ങൾ എന്താ? ദിയർ അമിനോ ആസിഡ്സ്. ഓക്കെ, ആൻഡ് ഈ നടുവ് കാണുന്ന വര എന്താ? ദാറ്റ് ഇസ് വര എന്താ വര? പെപ്റ്റൈഡ് ബോണ്ട്. ഇവിടെ അമിനോ ആസിഡിൻ്റെ ഇടയിലുള്ള ബോണ്ടല്ലോ പെപ്റ്റൈഡ് ബോണ്ട്. ബയോമോളിക്യൂൾസ് ഒക്കെ പഠിച്ചിട്ടില്ലട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇത് അമിനോ ആസിഡുകളാണ്, എ എന്ന് പറയാം. ഈ വര എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പെപ്റ്റൈഡ് ബോണ്ട്, PB എന്ന് പറയാം. ഇങ്ങനെ 2 ചെയിനുകളാണ് ഒരു ഇൻസുലിന് ഉള്ളത്. 2 പോളിപെപ്റ്റൈഡ് ചെയിൻസ്, ചെയിൻ എ ചെയിൻ ബി. ഇനി ഇവർ തമ്മിൽ കണക്ഷൻ വേണ്ടേ? എടോ, ഇവരിങ്ങനെ വിട്ട് കിടന്നാൽ എങ്ങനെ ശരിയാവുക? ആരായാലും ഒരു കണക്ഷനൊക്കെ വേണ്ടേ, ഒരു ബോണ്ടൊക്കെ വേണ്ടേ? അപ്പോൾ ഇവർക്കും ബോണ്ട് ഉണ്ട്. എന്താ ബോണ്ട്? ബോണ്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, എന്താ SS എന്ന് ഞാൻ എഴുതുന്നുണ്ട് അല്ലേ. എന്താ SS കൊണ്ട് ഉദ്ദേശിക്കുന്നത്? S എന്ന് പറഞ്ഞാൽ സൾഫർ എന്നാണ്. എന്താണ്? സൾഫർ. അപ്പം ഒരു ബോണ്ട് നിങ്ങൾ നോക്കിക്കേ, ഒരു ബോണ്ടിൽ എത്ര സൾഫർ ഉണ്ട്? 2 സൾഫർ ഇല്ലേ? അതുകൊണ്ട് തന്നെ ഈ ബോണ്ടിനെ നമ്മൾ ഡൈസൾഫൈഡ് ബോണ്ട് എന്ന് വിളിക്കും. ഓക്കെ, ഡൈസൾഫൈഡ് ബ്രിഡ്ജ് അല്ലെങ്കിൽ ഡൈസൾഫൈഡ് ബോണ്ടുകൾ. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് ഇൻസുലിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ. ഡോണ്ട് വരി, കാണിച്ചു തന്നിട്ടേ ഞാൻ പോകുള്ളൂ. ഇതാണ് ഇൻസുലിൻ്റെ ബേസിക് സ്ട്രക്ചർ. ഇത് നിങ്ങളുടെ എ ചെയിൻ, ഇത് നിങ്ങളുടെ ബി ചെയിൻ. പലതരം അമിനോ ആസിഡ്സ് ഉണ്ട് കേട്ടോ. ഗ്ലൈസിൻ, ഐസൊല്യൂസിൻ, വാലിൻ, ഗ്ലൂട്ടാമിൻ, സിസ്റ്റിൻ, അലനിൻ, സെറിൻ, വാട്ടെവർ. നിങ്ങൾക്ക് എന്നെക്കാളും ബെറ്റർ ആയിട്ട് അറിയാണ്ടാവും. ബയോമോളിക്യൂൾസ് പഠിച്ച ആൾക്കാരാണ് നിങ്ങൾ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഇതാണ് ഇൻസുലിൻ്റെ സ്ട്രക്ചർ. ചെയിൻ എ, ചെയിൻ ബി, നടുവിലൊരു ഡൈസൾഫൈഡ് ബോണ്ട്, 2 സൾഫറും ഉണ്ട്. കിട്ടിയോ? കിട്ടി. അപ്പോൾ ഇൻസുലിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ചു. ഇനിയിപ്പോൾ എന്താ പഠിക്കേണ്ടത്? ഇൻസുലിൻ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്ന് പഠിക്കണ്ടേ? അതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മാമൽസിൻ്റെ കേസിൽ ഇൻസുലിൻ കാണുന്നത് ഒരു പ്രോ ഹോർമോൺ ആയിട്ടാണ്. എന്തായിട്ടാണ്? ഒരു പ്രോ ഹോർമോൺ ആയിട്ടാണ് നിങ്ങൾക്ക് ഇൻസുലിൻ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ എന്താ ഞാൻ പറയുന്നത്? മാമൽസിൽ ഇൻസുലിൻ കാണുന്നത് ഒരു പ്രോ ഹോർമോൺ ആയിട്ടാണ്. എന്താണ് പ്രോ ഹോർമോൺ? പ്രോ എൻസൈം പോലെ തന്നെ, അതായത് ഇവർ ആക്ടിവേറ്റഡ് ആയിരിക്കത്തില്ല. ഓക്കെ, അതായത് ഇവർ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ, ഒരു ഫുള്ളി ആക്റ്റീവ് ആവണമെങ്കിൽ ചില പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. അപ്പോൾ ദേ ഷുഡ് ബി പ്രോസസ്ഡ് ബിഫോർ ബിക്കമിങ് ഫുള്ളി ആക്റ്റീവ് ആൻഡ് ഫങ്ഷണലായി ഹോർമോണായി മാറുന്നതിന് പകരം കുറേ പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോകണം. അപ്പോൾ അങ്ങനത്തെ ഹോർമോണുകളെയാണ് പ്രോ ഹോർമോണുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ ആക്ച്വലി മാമൽസിൽ എന്താ? ഒരു പ്രോ ഹോർമോണാണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഈ പ്രോ ഹോർമോണിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇൻസുലിൻ ഒരു പ്രോ ഹോർമോണായി നിലനിൽക്കുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? ഒരു ചെയിനും കൂടെ ഉണ്ടാവും. കണ്ടോ, ഞാൻ വരച്ചു തരാം. എ ചെയിൻ, ബി ചെയിൻ, കൂടാതെ
you will have a third chain called the C chain. ഒരു മെച്യൂർ ഇൻസുലിനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ C chain കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. പ്രോ ഹോർമോണിൽ മാത്രമേ ഈ C chain കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു പ്രോ ഹോർമോണായിട്ട് ഇൻസുലിൻ നിൽക്കുന്ന സമയത്ത് ദേ ഹാവ് എ chain, B chain അല്ല C chain. ഇത് പ്രോസസ്സ് ചെയ്തിട്ട് ഫുള്ളി മെച്യൂർ ആകുന്ന സമയത്ത് ഈ C chain എന്ത് ചെയ്യും, റിമൂവ് ചെയ്യപ്പെടും. ഇങ്ങനെയാണ് ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്നത്, ഇൻസുലിൻ പ്രവർത്തിക്കുന്നത്. സ്ട്രക്ചർ കാണിച്ചു തരാം. അത് നിങ്ങൾ NCERT ഉള്ള ഫിഗർ ആട്ടോ, ഫിഗർ 10.3. ഇത് പ്രോ ഇൻസുലിനാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 3 ചെയിനുകൾ കാണാം. C chain കാണാം, ഇത് ഗ്രേ ആണ് C chain, and then you have the A chain and the B chain. 3 കാണാം. പക്ഷേ എന്ത് സംഭവിക്കും, ഇതൊരു മെച്യൂർ ഇൻസുലിൻ ആവുന്ന സമയത്ത് A ചെയിനും ഉണ്ടാവും, B ചെയിനും ഉണ്ടാവും, അവർ തമ്മിൽ ഡൈസൾഫൈഡ് ബോണ്ടും ഉണ്ടാവും. പക്ഷേ ഈ C പെപ്റ്റൈഡ് ഫ്രീ ആയിട്ട് കിടക്കും, C പെപ്റ്റൈഡ് റിലീസ് ആവും. ഓക്കെ, C പെപ്റ്റൈഡ് ഉണ്ടാവത്തില്ല, C ചെയിൻ ഉണ്ടാവത്തില്ല. ക്ലിയർ ആയോ? ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കിയാൽ പോരാലോ, നമ്മുടെ ലക്ഷ്യം എന്താ, ഇൻസുലിൻ ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ ഇൻസുലിൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ, ഈ C ചെയിൻ ഒഴിവാക്കലായിരുന്നു. നമ്മുടെ ബോഡിയിൽ നാച്ചുറലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ബോഡി നാച്ചുറലി ഒരു പ്രശ്നമില്ലാണ്ട് ഇങ്ങനെ ചെയ്യുന്ന പ്രോസസ്സാണ്. പക്ഷെ നമ്മളത് ചെയ്യാൻ നോക്കിയപ്പം, നമ്മളത് ആർട്ടിഫിഷ്യലി ചെയ്യാൻ നോക്കിയപ്പം നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്താ, ഈ C ചെയിൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. C ചെയിൻ ഒഴിവാക്കാൻ പറ്റിയില്ലടോ, ഇങ്ങനെ നിന്ന് അത് ഒഴിവാക്കാൻ സമ്മതിച്ചില്ല. അത് പറ്റി നമുക്ക് നടന്നില്ല. എന്താ പറയുക, മെയിൻ ചാലഞ്ച് എന്തായിരുന്നു, ഈ വാസ് ഗെറ്റിംഗ് ദി ഇൻസുലിൻ അസംബിൾഡ് ഇൻ ടു എ മെച്യൂർ ഫോം. അതായത് C ചെയിൻ ഒഴിവാക്കി Aയും Bയും ഡൈസൾഫൈഡ് ബോണ്ടും വരുന്ന ആ ഒരു മെച്യൂർ ഫോമിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. പക്ഷേ ആ ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്ത് ഒരാളുണ്ടാവുമല്ലോ അല്ലേ, ഏതെങ്കിലും ഒരാളുണ്ടാവും ലോകത്ത്, എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്ത് എല്ലാം നേടിയെടുക്കുന്ന ഒരാളുണ്ടാവും. അങ്ങനെ ഒരാൾ നമുക്ക് ഇവിടെയുണ്ട്. ഒരാളായിരുന്നില്ല, ഒരു കമ്പനിയാണ്. കമ്പനീൻ്റെ പേര് ഈസ് എലി ലില്ലി കമ്പനി. അതൊരു അമേരിക്കൻ കമ്പനിയാണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ദ ഇയർ ആൻഡ് ദ നെയിം രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 1983 നടക്കുന്നത്. എലി ലില്ലി എന്നാണ്. എന്താ കമ്പനീൻ്റെ പേരെന്താ, ELI, എലി ലില്ലി വേറെ, എലി വേറെ. ഓക്കെ, സോ എലി ലില്ലി എന്നാണ് കമ്പനീൻ്റെ പേര്. എലി ലില്ലി എന്ന് പറഞ്ഞ കമ്പനിയാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ഇൻസുലിൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ആർട്ടിഫിഷ്യലി. ഓക്കെ, അപ്പോൾ 1983 എലി ലില്ലി ഒരു അമേരിക്കൻ കമ്പനി ഇവരെന്താ ചെയ്തത്, ഇവർ A ചെയിനും B ചെയിനും ഉണ്ടാക്കിയിട്ട് ഇവരെന്ത് ചെയ്തു, ഒരു കംപ്ലീറ്റ് ആയിട്ട് ഇൻസുലിൻ ഉണ്ടാക്കി. ഓക്കെ, ഇവർ എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്, ഇവരെങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഇതാണ് നമ്മൾ നോക്കണ്ടേ. ഇവരുണ്ടാക്കിയെന്നുള്ള കാര്യം നമുക്കറിയാം, പക്ഷെ ഇവർ എവിടെ നിന്ന് ഉണ്ടാക്കി, ഇവരെങ്ങനെ ഉണ്ടാക്കി നമ്മൾ അറിയണമല്ലോ. നോക്കാം. ഇൻട്രൊഡ്യൂസ് ദം ഇൻ ദ പ്ലാസ്മിഡ്സ് ഓഫ് E. coli ടു പ്രൊഡ്യൂസ് ഇൻസുലിൻ ചെയിൻ. സംഭവം ഒന്നുമില്ല, ഇവർ A ചെയിനും ഉണ്ടാക്കി, B ചെയിനും ഉണ്ടാക്കി. എല്ലാവരും ചെയ്ത മണ്ടത്തരം എന്തായിരുന്നു വെച്ചാൽ A ചെയിൻ ഉണ്ടാക്കി, B ചെയിൻ ഉണ്ടാക്കി ഇവർ സ്വന്തം ബൈൻഡ് ചെയ്യാൻ ശ്രമിക്കലായിരുന്നു എല്ലാവരും ചെയ്ത മണ്ടത്തരം. പക്ഷേ എലി ലില്ലി കമ്പനി അങ്ങനെ ചെയ്തില്ല. എലി ലില്ലി കമ്പനി A ചെയിൻ ഉണ്ടാക്കി, A ചെയിനും B ചെയിൻ ഉണ്ടാക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഇറ്റ്സ് ബേസിക്കലി അമിനോ ആസിഡ് ആൻഡ് പെപ്റ്റൈഡ് ബോണ്ട് അല്ലേ, അത്രയല്ലേ ഉള്ളൂ, വേറൊന്നുമില്ലല്ലോ. പക്ഷേ അതിനിടയിലുള്ള ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ടാക്കി അതിനെ ഒരു പ്രോ ഹോർമോണിൻ്റെ ഫോമിൽ നിന്ന് ഒരു ഇതിൻ്റെ ഫോമിലേക്ക് കൊണ്ടുവരാനായിരുന്നു പാട്. എല്ലാവരും അങ്ങനെയായിരുന്നു ട്രൈ ചെയ്തുകൊണ്ടിരുന്നതാണ്. പ്രോ ഹോർമോൺ എടുത്തിട്ട് അതിനെ ഒരു പ്രോപ്പർ ഇൻസുലിൻ ആക്കി മാറ്റാനായിരുന്നു എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. സോ എലി ലില്ലി ഹാഡ് എ ഡിഫറെൻറ്റ് അപ്രോച്ച്. എന്താണ് എലി ലില്ലിൻ്റെ അപ്രോച്ച്? ദേ മേഡ് എൻ A ചെയിൻ ആൻഡ് എ B ചെയിൻ സെപ്പറേറ്റ്ലി. അവർ A ചെയിനും B ചെയിനും ഉണ്ടാക്കി. എന്നിട്ട് ഈ A ചെയിനും B ചെയിനും അവർ സ്വന്തം ബൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ദേ ഇൻട്രൊഡ്യൂസ്ഡ് ഇറ്റ് ഇൻ ടു പ്ലാസ്മിഡ്സ് ഓഫ് E. coli. E. coli ബാക്ടീരിയ ഇല്ലേ, E. coli ബാക്ടീരിയൻ്റെ പ്ലാസ്മിഡ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. E. coli ബാക്ടീരിയനോട് പറഞ്ഞു, എടാ നീ ഉണ്ടാക്കടാ ഇൻസുലിൻ എന്ന് പറഞ്ഞപ്പോൾ E. coli ബാക്ടീരിയ എന്ത് ചെയ്തു, അതാണ് ചെയിൻ Aയും ചെയിൻ Bയും സെപ്പറേറ്റ്ലി പ്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ഇവർ എക്സ്ട്രാക്ട് ചെയ്ത് കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്തു, ഡൈസൾഫൈഡ് ബോണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് ഹ്യൂമൻ ഇൻസുലിൻ ഉണ്ടാക്കി. ഇതാണ് ഇവിടെ നടന്നത്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ഒന്ന് 1983 എന്ന് പറഞ്ഞ ആ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. എലി ലില്ലി എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനീൻ്റെ പേര് ആദ്യമായിട്ട് ഇൻസുലിൻ ഉണ്ടാക്കിയത്. എങ്ങനെയാണ് ഇവർ ഇൻസുലിൻ ഉണ്ടാക്കിയത്, ചെയിൻ Aയും ചെയിൻ Bയും എടുത്തു അല്ലേ. എന്നിട്ട് ഇവരെന്ത് ചെയ്തു, E. coli പ്ലാസ്മിഡ് വഴി E. coli പ്ലാസ്മിഡിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് ഈ A ചെയിനും B ചെയിനിൻ്റെ ഇടയിൽ ഡൈസൾഫൈഡ് ബോണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻസുലിൻ ഉണ്ടാക്കി. ഇതാണ് ഇവർ ചെയ്ത പരിപാടി. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു, ഫസ്റ്റ് ഹ്യൂമൻ ഇൻസുലിൻ കിട്ടി. ഹ്യൂമുലിൻ എന്നൊക്കെയായിരുന്നു പറയുക, ഫസ്റ്റ് ഹ്യൂമൻ ഇൻസുലിൻ. ഓക്കെ, എലി ലില്ലി കമ്പനിയാണ് ഫസ്റ്റായിട്ട് ഹ്യൂമൻ ഇൻസുലിൻ ഉണ്ടാക്കിയത്. ഇതാണ് ജനറ്റിക്കലി എൻജിനീയർഡ് ഇൻസുലിൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. മെഡിസിനിലെ ആദ്യത്തെ ആപ്ലിക്കേഷൻ ആയിരുന്നു ജനറ്റിക്കലി എൻജിനീയർഡ് ഇൻസുലിൻ. രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ജീൻ തെറാപ്പി. നിങ്ങൾക്ക് 3 ആപ്ലിക്കേഷൻസാണ് മെഡിസിനിൽ വരുന്നത്. ഓക്കെ, മെഡിസിനിൽ നിങ്ങൾക്ക് 3 ആപ്ലിക്കേഷൻസാണ് വരുന്നത്. ആദ്യത്തേതായിരുന്നു ഇൻസുലിൻ, രണ്ടാമത്തേത് ജീൻ തെറാപ്പി, മൂന്നാമത്തേത് മോളിക്കുലർ ഡയഗ്നോസിസ്. സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് 3. അപ്പോൾ ജീൻ തെറാപ്പി, ഇൻസുലിൻ മനസ്സിലായുള്ളൂ.
ഇൻസുലിൻ സിമ്പിൾ അല്ലേ, കുഞ്ഞു ടോപ്പിക് അല്ലേ. ആ സ്ട്രക്ചർ പഠിച്ചു വെക്കുക, ആ 3-4 ടേം പഠിച്ചു വെക്കുക, എലിലി 1983 ഈക്കോളയിലേക്ക് ചെയ്തതും ആ കഥ പഠിച്ചു വെക്കുക, അത്രയേ ഉള്ളൂ. ഇൻസുലിൻ കഴിഞ്ഞു. ഓക്കെ, പക്ഷേ അടുത്ത ടോപ്പിക്കാണ് ജീൻ തെറാപ്പി. അത് അതിനേക്കാൾ സിമ്പിളാണ്, ഇൻസുലിനേക്കാൾ സിമ്പിൾ. അങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് ടേംസ് ഒന്നും പഠിക്കാനില്ല. എന്താ ജീൻ തെറാപ്പി? തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് കാണാറില്ലേ, എന്താ പറയുക, 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും. they'll say we don't need therapy, we need each other, but the fact is both of them need therapy അല്ലേ? 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, അവർ പറയും വേണം നിനക്ക് തെറപ്പീൻ്റെ ആവശ്യമില്ല, യു ഹാവ് മീ അല്ലേ. മറ്റേ ഫ്രണ്ട് പറയും നിനക്ക് തെറപ്പീൻ്റെ ആവശ്യമില്ല, യു ഹാവ് മീ, ബട്ട് ദ ഫാക്ട് ഇസ് ബോത്ത് ഓഫ് ദം നീഡ് തെറപ്പി അല്ലേ. സോ എനിവേസ്, തെറപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് സംതിങ് ലൈക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള അർത്ഥം തന്നെയാണ് തെറപ്പി വരുന്നത്. അപ്പോൾ എന്താണ് ജീൻ തെറാപ്പി? വാട്ട് ഇസ് ജീൻ തെറാപ്പി? There are basically some methods, okay, methods that allows correction of a gene defect. അതായത് നമ്മൾ ഒരു കുഞ്ഞ് വാവ, ഓക്കെ, ഒരു കുഞ്ഞ് വാവയിലോ അല്ലെങ്കിൽ എംബ്രിയോയിലോ, പ്രിഫറബിളി ഒരു എംബ്രിയോയിൽ, ഓക്കെ, ഒരു എംബ്രിയോയിൽ നമ്മൾ എന്തെങ്കിലും, എംബ്രിയോയിൽ നമ്മൾ പലതരത്തിലുള്ള എന്താ പറയുക ചെക്കപ്സ് ചെയ്യാമല്ലോ. അങ്ങനെ ചെക്കപ്സ് ചെയ്യുന്ന സമയത്ത് അയ്യോ ഒരു ജീനൊരു ഡിഫക്റ്റ് ഉണ്ട്, ഇന്നൊരു ഡിഫക്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായാൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പല മെത്തേഡ്സിലൂടെ. അതിനെയാണ് ജീൻ തെറാപ്പി എന്ന് പറഞ്ഞത്. സോ ജീൻ തെറാപ്പിയിൽ യു ആർ ബേസിക്കലി കറക്റ്റിംഗ് എ ജീൻ ഡിഫക്റ്റ് ഇൻ എ ചൈൽഡ് ഓർ എൻ എംബ്രിയോ. ഒരു അഡൾട്ടിൽ പറ്റില്ല കേട്ടോ. അഡൾട്ടിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി, ബിക്കോസ് ആലോചിച്ചാറില്ലടോ, എംബ്രിയോ ആകുമ്പല്ലേ ജീന് എല്ലാം എളുപ്പം, എംബ്രിയോ ആകുമ്പല്ലേ പിന്നും ചെയ്യുക ചൈൽഡിലാവുന്നത്. അഡൾട്ടിലാവുന്ന സമയത്ത് ഇത്ര ഈസി ആണോ? അല്ല. അപ്പോൾ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ചൈൽഡിലോ എംബ്രിയോയിലോ നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ, അഡൾട്ടിൽ ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്, പക്ഷേ ചൈൽഡിലോ എംബ്രിയോയിലോ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഒരു ജീൻ ഡിഫക്റ്റ് നമുക്ക് ഡയഗ്നോസ്ഡ് ആയാൽ ആ ജീൻ ഡിഫക്റ്റിനെ നമുക്ക് കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാം. അതിനാണ് ജീൻ തെറാപ്പി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ജീൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ജീൻസ് ആർ ഇൻസേർട്ടഡ് ഇൻ ടു എ പേഴ്സൺസ് സെൽസ് ആൻഡ് ടിഷ്യൂസ് ടു ട്രീറ്റ് എ ഡിസീസ്. അത് തെറ്റായ ജീൻ ഉണ്ടെങ്കിൽ അതിന് പകരം നമ്മൾ ശരിയായ ഒരു ജീൻ ഇൻസേർട്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു പരിപാടിയാണ് നടക്കുന്നത്. ഓക്കെ, അതായത് ഡെലിവറി ഓഫ് എ നോർമൽ ജീൻ ഇൻ ടു ദ ഇൻഡിവിജ്വൽ ഓർ ദി എംബ്രിയോ, ഞാൻ അവിടെ കുട്ടിയാവാം അല്ലെങ്കിൽ എംബ്രിയോ ആവാം, എന്തിനു വേണ്ടി? ഈ തെറ്റായ ജീൻ ഏതാണോ അതിന് പകരമാവാൻ വേണ്ടി ശരിയായ ജീനിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഓക്കെ, ഈ ജീൻ തെറാപ്പി ആദ്യമായി ചെയ്യുന്ന ആളുണ്ട്, ഒരു ചെറിയ മോളിലാണ് ഇത് ചെയ്തത്. ഒരു കുഞ്ഞു മോളിലാണ് ജീൻ തെറാപ്പി ആദ്യമായിട്ട് ചെയ്തത്. ആ കുഞ്ഞുമോൾ ഇപ്പോൾ വലുതായി കേട്ടോ. കുഞ്ഞുമോളെയും വലുതായതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ക്ലിനിക്കലി സക്സസ്ഫുൾ ആയിട്ടുള്ള ജീൻ തെറാപ്പി എന്ന് പറയുന്നത് ഏത് വർഷമാണ്? 1990. അപ്പോൾ 1983 നമ്മൾ ഇൻസുലിനൊക്കെ വന്നത്, എലിലിയൊക്കെ വന്നത്. അത് നമ്മൾ ആദ്യം പഠിച്ചു. അടുത്ത പഠിക്കാനുള്ള വർഷം 1990 ആണ്. 1990 ഒരു 4 വയസ്സുകാരിക്കാണ് നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ക്ലിനിക്കലി ജീൻ തെറാപ്പി ചെയ്യുന്നത്. 4 വയസ്സുകാരിക്ക്. അപ്പോൾ എംബ്രിയോയിലല്ല, കുട്ടി ജനിച്ച് 4 വയസ്സായി. ഓക്കെ, അപ്പം 4 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു ആ പെൺകുട്ടിയുടെ ഡിസീസ്? എന്തായിരുന്നു? അഡിനോസിൻ ഡീഅമിനേസ് ഡെഫിഷ്യൻസി. ഈ അഡിനോസിൻ ഡീഅമിനേസ് എന്ന് പറഞ്ഞാൽ അതൊരു എൻസൈമാണ്. നമ്മളൊക്കെ ശരീരത്തിൽ കാണുന്ന, നിങ്ങളെ എൻ്റെയൊക്കെ ശരീരത്തിൽ കാണുന്ന ഒരു എൻസൈമാണ് അഡിനോസിൻ ഡീഅമിനേസ്, ADA എന്ന് ചുരുക്കി പറയാം. ഈ അഡിനോസിൻ ഡീഅമിനേസ് ഈ പറഞ്ഞ 4 വയസ്സുകാരിക്ക് കുറവായിരുന്നു, അല്ലെങ്കിൽ ഡെഫിഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അഡിനോസിൻ ഡീഅമിനേസ് ഡെഫിഷ്യൻസി ആയിരുന്നു ഈ പറഞ്ഞ 4 വയസ്സുകാരിക്കുള്ള പ്രശ്നം. ഓക്കെ, 4 വയസ്സുകാരിക്കുള്ള പ്രശ്നം എന്താ? അഡിനോസിൻ ഡീഅമിനേസ് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ADA ഡെഫിഷ്യൻസി. എന്താണ് ഇതുകൊണ്ടുള്ള പ്രശ്നം? ADA ഡെഫിഷ്യൻസി വന്നാലുള്ള സൈഡ് എഫക്റ്റ് എന്താണ്? അത് ഈ എൻസൈം നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ, നമുക്ക് ഡിസീസസിനൊക്കെ എതിരായി പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ഈ അഡിനോസിൻ ഡീഅമിനേസ് എന്ന എൻസൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോംപ്ലിക്കേഷൻസിലേക്ക് പോകണ്ട, ഇത്രയും മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ ഈ അഡിനോസിൻ ഡീഅമിനേസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് വേഗം ഡിസീസസ് വരൂലടോ, ഇമ്മ്യൂൺ സിസ്റ്റം തകരൂലടോ. അപ്പം നമുക്ക് വേഗം ഡിസീസസ് വരും. അതാണ് ഈ കുട്ടിക്ക് സംഭവിച്ചത്. അപ്പോൾ അഡിനോസിൻ ഡീഅമിനേസ് ഡെഫിഷ്യൻസി കാരണം ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പ്രശ്നം വരികയും ആ കുട്ടി വേഗം വൾണറബിൾ ആയിരുന്നു. ഭയങ്കര ഡിസീസ്, ബബിൾ ബേബി സിൻഡ്രോം ഒക്കെ പോലെ ഭയങ്കര വൾണറബിൾ ആയിരുന്നു. വേഗം ഡിസീസ് വരും, വേഗം മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ ഉണ്ടായ സമയത്താണ് നമ്മൾ ജീൻ തെറാപ്പി ഈ കുട്ടിയിൽ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താ സംഭവം? എന്താ ഈ ഡിസീസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഡിലീഷൻ ഓഫ് എ ജീൻ ഫോർ അഡിനോസിൻ ഡീഅമിനേസ്. അത് അഡിനോസിൻ ഡീഅമിനേസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എൻസൈം ആണെന്ന്. എൻസൈംസ് ആർ ബേസിക്കലി പ്രോട്ടീൻസ്. അപ്പോൾ ഇതാണ് അഡിനോസിൻ ഡീഅമിനേസ് എന്ന് വിചാരിക്കുക. ഇത് ഉണ്ടാകുന്നത് എവിടെ നിന്നായിരിക്കും ഇത് ഉണ്ടാകുന്നത്? ഒരു mRNA എന്നായിരിക്കും ഉണ്ടാകുന്നത്. ആൻഡ് ഈ mRNA എവിടെ നിന്നായിരിക്കും ഉണ്ടായത്? ഒരു DNA അല്ലേ? ആ DNAയുടെ ഒരു ഭാഗം, അതായത് ഒരു ജീൻ എന്നായിരിക്കില്ലടോ ഈ അഡിനോസിൻ ഡീഅമിനേസ് ഒക്കെ ഉണ്ടായത്. അപ്പോൾ ആ ജീൻ ഇല്ലാണ്ടായിപ്പോയി ഈ കുട്ടിക്ക് ആ ജീൻ ഇല്ല.
അഡിനോസിൻ ഡിഎമിനേസിന് കോഡ് ചെയ്യേണ്ട ജീൻ ഈ കുട്ടിക്കില്ല. അതുകൊണ്ട് ആ കുട്ടിക്ക് അഡിനോസിൻ ഡിഎമിനേസ് ഉണ്ടാവുന്നില്ല, ഡെഫിഷ്യൻ്റ് ആയിപ്പോയി. അതായിരുന്നു പ്രശ്നം. അതൊരു ജീൻ ഡിഫക്റ്റ് അല്ലേ? ഒരു ജീൻ ഇല്ല എന്ന് പറയുന്നത് ഒരു ഡിഫക്റ്റ് അല്ലേ? ഒരു ജീൻ ഡിഫക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ജീൻ തെറാപ്പി ചെയ്താൽ പോരെ? മതി. അപ്പോൾ ആക്ച്വലി ജീൻ തെറാപ്പി അല്ലാതെ ഇതിന് വേറെയും മെത്തേഡ്സ് ഉണ്ട്. ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, അതേപോലെ എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. അതായത് ഈ എൻസൈമിന് പകരം ഈ എൻസൈമിൻ്റെ സിമിലർ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്ന വേറെ എൻസൈം കൊടുക്കുക, അതേപോലെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. അങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ദ പ്രോബ്ലം ഇസ് അതൊന്നും കംപ്ലീറ്റ്ലി ക്യൂറേറ്റീവ് അല്ല. അതായത് മുഴുവനായിട്ട് ഈ അസുഖത്തിന് മാറ്റില്ല. ഒരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ്. ഇറ്റ്സ് നോട്ട് എ പെർമനൻറ്റ് സൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി ക്യൂറേറ്റീവ്. കംപ്ലീറ്റ്ലി ക്യൂറേറ്റീവ് അല്ല. ഇറ്റ്സ് നോട്ട് എ പെർമനൻറ്റ് സൊല്യൂഷൻ. ഇറ്റ്സ് എ ടെമ്പററി സൊല്യൂഷൻ. അത് മുഴുവനായിട്ട് മാറ്റിയില്ല. ഓക്കെ, അപ്പോൾ എല്ലാം ചിലവുള്ള കാര്യങ്ങളാണ്, റിസ്ക് ഉള്ള കാര്യങ്ങളാണ്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ആണെങ്കിലും എൻസൈം തെറാപ്പി ആണെങ്കിലും എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ആണെങ്കിലും ഒക്കെ ചിലവുള്ള കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ ഈ ചിലവൊക്കെ നടത്തി ചെയ്തിട്ട് മാറിയിട്ടില്ലെങ്കിൽ പ്രശ്നമായി. പക്ഷേ ജീൻ തെറാപ്പി അങ്ങനെയല്ല. ചെയ്തതാ ഓക്കെ, ചെയ്തതാ സംഭവം മാറും. 100% ക്യൂറബിൾ ആണ്. ക്യൂറബിൾ ആണെന്നല്ല, ക്യൂറേറ്റീവ് ആണ്. മാറ്റും. ഓക്കെ, അസുഖത്തിനെ മാറ്റും. ഓക്കെ, അപ്പോൾ ജീൻ തെറാപ്പി എങ്ങനെ ചെയ്തെന്ന് നോക്കണ്ടേ? സംഭവമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ജീനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇല്ലാത്ത ജീൻ, ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻ മാറ്റുക, അല്ലെങ്കിൽ ഇല്ലാത്ത ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതേ സംഭവം തന്നെയാണ് ഇവിടെയും ചെയ്തത്. ഓക്കെ, അപ്പോൾ ജീൻ തെറാപ്പി വഴി ആദ്യമായി ചെയ്തത് എപ്പോഴാണ്? 1990 ഒരു 4 വയസ്സുകാരിക്കാണ് ചെയ്യുന്നത്. അല്ല, 4 വയസ്സുകാരൻ്റെ പ്രശ്നം എന്തായിരുന്നു? അഡിനോസിൻ ഡിഎമിനേസ് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ADA ഡെഫിഷ്യൻസി. എങ്ങനെയാണ് അത് വന്നത്? അഡിനോസിൻ ഡിഎമിനേസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ജീന് ഈ കുട്ടിക്കില്ലായിരുന്നു. ഓക്കെ, ഈ കുട്ടിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ അഡിനോസിൻ ഡിഎമിനേസ് പ്രൊഡ്യൂസ് ചെയ്തില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിച്ചു. വേഗം ഡിസീസസ് വരാൻ തുടങ്ങി. വേഗം മരിക്കാനൊക്കെ ചാൻസ് കൂടി. പല വഴിയിൽ ഇത് സോൾവ് ചെയ്യാം. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. പക്ഷേ അതൊന്നും കംപ്ലീറ്റ്ലി ക്യൂറേറ്റീവ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ജീൻ തെറാപ്പി ഫസ്റ്റായിട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചെയ്തത് എത്ര വയസ്സുകാരിയിലാണ്, എന്നാണ്, ഒരു വർഷം, രണ്ടും എന്ത് ചെയ്യണം നിങ്ങൾ ആലോചിച്ച് വെക്കണം കേട്ടോ. ഞാൻ ആളെ കാണിച്ചു തരാം. ഇതാണ് ആള്. അശാന്തി ഡിസിൽവ എന്ന് പറയും. എന്താ പേര്? അശാന്തി ഡിസിൽവ. ഇപ്പം 4 വയസ്സല്ല. 1990 4 വയസ്സായിരുന്നെങ്കിൽ 2024 എത്ര വയസ്സാണെന്ന് നിങ്ങൾ ഇരുന്ന് കൂട്ടിക്കോ. ഞാൻ കൂട്ടുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ചുമ്മാ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് കൂട്ടി വയ്ക്കാൻ മതി. ഓക്കെ, അപ്പോൾ അശാന്തി ഡിസിൽവ എന്ന് പറഞ്ഞ ഈ വുമൺ, ഈ ലേഡിക്കാണ് 4 വയസ്സായ സമയത്ത് ജീൻ തെറാപ്പി ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ഈ ജീൻ തെറാപ്പി നമ്മൾ എങ്ങനെ ചെയ്തു? ജീൻ തെറാപ്പി അഡിനോസിൻ ഡിഎമിനേസ് ഡെഫിഷ്യൻസിക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞു. എങ്ങനെ ചെയ്തു എന്ന് ഒരു ജസ്റ്റ് ഔട്ട്ലൈൻ ഒന്ന് നോക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കോംപ്ലിക്കേഷൻ ഒന്നുമില്ലേ. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്താ ചെയ്തത്? ബ്ലഡിൽ നിന്ന് ലിംഫോസൈറ്റ് എടുത്തു. നമുക്കറിയാം ബ്ലഡിൽ WBC ഇല്ലേ, വൈറ്റ് ബ്ലഡ് സെൽസ് ഇല്ലേ, അതിൻ്റെ പലതില്ലേ. ലിംഫോസൈറ്റ്സ്, മോണോസൈറ്റ്സ്, ന്യൂട്രോഫിൽസ്, ഈസിനോഫിൽസ്, ബേസോഫിൽസ്. പഠിച്ചിട്ടില്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവേണ്ടതാണല്ലോ. ഇനി നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക, WBC എന്ന് പറയുന്നൊരു സാധനമുണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ്. അതിലൊരു കഥാപാത്രമാണ് ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ഒരു WBC സെല്ലാണ് ബേസിക്കലി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞ എന്താ പറയുക, ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെല്ലാണ് ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലിംഫോസൈറ്റ്സ് നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? പേഷ്യൻറ്റിൻ്റെ ബ്ലഡിൽ നിന്ന് നമ്മൾ ലിംഫോസൈറ്റ്സ് എടുത്തു. അങ്ങനെ എടുത്ത ലിംഫോസൈറ്റ്സ് നമ്മൾ എന്താ ചെയ്തത്? ബോഡീൻ്റെ പുറത്ത് ഒരു കൾച്ചർ, ഒരു ലാബിൽ ഒരു കൾച്ചർ എന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിലോ ഒരു ബീക്കറിലോ കണ്ടെയ്നറിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? വളർത്തി. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്താ ചെയ്ത്? ലിസൺ ടു മീ. ഓക്കെ, യു ഷുഡ് സ്റ്റിക്ക് വിത്ത് മീ. യു ഷുഡ് മേക്ക് ദിസ് ക്ലിയർ. സിമ്പിൾ സാധനം കേട്ടോ, സിമ്പിൾ സാധനം, കഥയാ സംഭവം പറഞ്ഞാൽ. ലിംഫോസൈറ്റുകൾ എടുത്തു പേഷ്യൻറ്റിൻ്റെ ബ്ലഡിൽ നിന്ന്, എന്നിട്ട് ബോഡീൻ്റെ പുറത്ത് കൾച്ചർ ചെയ്തു. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ഇങ്ങനെ, അതായത് ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഈ പേഷ്യൻറ്റിൻ്റെ ലിംഫോസൈറ്റിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അഡിനോസിൻ ഡിഎമിനേസ് ഉണ്ടാക്കാനുള്ള ജീൻ ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അഡിനോസിൻ ഡിഎമിനേസ്, ADA, അഡിനോസിൻ ഡിഎമിനേസ് ഉണ്ടാക്കാനുള്ള ജീന്, അഡിനോസിൻ DMNA, ADA CDNA എന്ന് പറയും. അതായത് ഒന്നുമില്ല, അഡിനോസിൻ ഡിഎമിനേസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു DNA അല്ലെങ്കിൽ ഒരു പീസ്, ഒരു ജീന്, ഒരു DNA പീസ് അല്ലെങ്കിൽ ഒരു ജീനിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ ലിംഫോസൈറ്റുകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാരണം ഈ ലിംഫോസൈറ്റ് പേഷ്യൻറ്റിൽ നിന്ന് എടുത്തതല്ലേ. അതുകൊണ്ട് തന്നെ ആ ലിംഫോസൈറ്റിൽ ഈ പറഞ്ഞ അഡിനോസിൻ ഡിഎമിനേസ് ഉണ്ടാക്കാനുള്ള ജീൻ ഉണ്ടാവുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? അഡിനോസിൻ ഡിഎമിനേസ് ഉണ്ടാക്കാനുള്ള ജീൻ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അത് നേരെ ഈ പറഞ്ഞ ലിംഫോസൈറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് നമ്മൾ വെക്ടറൊക്കെ യൂസ് ചെയ്തു. അതുകൊണ്ടാണല്ലോ ബയോടെക്നോളജി എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ബയോടെക്നോളജി എന്ന് പറയുമോ? ഇല്ല. ഇവിടെയാണ് ബയോടെക്നോളജീൻ്റെ സംഭവം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ലിംഫോസൈറ്റുകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലിംഫോസൈറ്റിനെ തിരിച്ച് പേഷ്യൻറ്റിൻ്റെ ബ്ലഡിലേക്ക് കുത്തിവെച്ചു. തിരിച്ച് പേഷ്യൻറ്റിന് കൊടുത്തു. പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ലിംഫോസൈറ്റ് വാങ്ങി. അഡിനോസിൻ ഡിഎമിനേസ് ഉണ്ടാക്കുന്ന ജീനില്ല. അഡിനോസിൻ ഡിഎമിനേസ് ഉണ്ടാക്കുന്ന ജീൻ എടുത്തു. റെട്രോ വെക്ടറൊക്കെ ഉപയോഗിച്ചിട്ട്
വെച്ചു, റിട്രോവൈറൽ വെക്ടറൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിനകത്തേക്ക് വെച്ചു, ഈ ലിംഫോസൈറ്റ് തിരിച്ച് പേഷ്യൻറ്റിന് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് 3 steps. പറയുമ്പോൾ എന്തൊരു എളുപ്പമല്ലേ, ചെയ്യാനുള്ള കഷ്ടപ്പാടൊന്നും ആലോചിച്ച് നോക്കിക്കേ. എനിവേസ് ഈ 3 സ്റ്റെപ്പ് വഴിയാണ് എന്ത് ചെയ്തത്, നമ്മൾ പറഞ്ഞത് ജീൻ തെറപ്പി ചെയ്തത്. ആരിൽ? അശാന്തി ഡി സിൽവയിൽ, അല്ലെങ്കിൽ 4 വയസ്സുകാരി 1990 ഈ പരിപാടിയാണ് ചെയ്തത്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഈ ലിംഫോസൈറ്റ് നമ്മൾ ഏതിലാണോ ലിംഫോസൈറ്റ് വെച്ച് കൊടുത്തത്, മീൻസ് ഈ ADA തിരിച്ചു കൊടുത്ത ലിംഫോസൈറ്റ് ഉണ്ടല്ലോ, ഈ ലിംഫോസൈറ്റ്സ് ഇമ്മോർട്ടൽ അല്ല. ഓക്കെ, ദീസ് സെൽസ് ആർ നോട്ട് ഇമ്മോർട്ടൽ. അതായത് ഈ ലിംഫോസൈറ്റുകൾ എന്ത് സംഭവിക്കും? ലിംഫോസൈറ്റുകൾക്ക് എന്താ സംഭവിക്കുക? മരണം സംഭവിക്കും. അതായത് നമ്മളൊരു ലിംഫോസൈറ്റിൻ്റെ സെല്ലിനെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ DNA വാട്ടെവർ നമ്മൾ ആ ഒരു ജീനെ വെച്ചിട്ട് നമ്മൾ കൊടുത്താൽ അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഈ പറഞ്ഞ സാധനം ഇമ്മോർട്ടൽ അല്ല. അതായത് ഈ സെല്ല് മരിച്ചു പോകും. സെല്ലിനൊരു കാലാവധി ഉണ്ട്, സെല്ല് മരിച്ചു പോകും. അങ്ങനെ സെല്ല് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല, വീണ്ടും അഡെനോസിൻ ഡിഎമിനേസ് ഡെഫിഷ്യൻസി വന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പേഷ്യൻ്റ് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, പീരിയോഡിക്കലി വന്നിട്ട് ഈ സംഭവം ചെയ്യണം. അങ്ങനെ ഒരു കണ്ടീഷനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പകരം നമ്മൾ എന്ത് ചെയ്തു, മാരോ സെൽസ്, അതായത് ബോൺ മാരോ സെൽസ്, നമ്മൾ ആദ്യം ലിംഫോസൈറ്റിൽ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്, സ്റ്റെപ്സ് ആണ് പറഞ്ഞത്. പകരം നമ്മൾ ബോൺ മാരോ സെൽസിൽ നിന്ന്, അതായത് അഡെനോസിൻ ഡിഎമിനേസ് ബോൺ മാരോ സെൽസ് ഉണ്ടാക്കും. അപ്പോൾ ഈ അഡെനോസിൻ ഡിഎമിനേസ് ഉണ്ടാക്കേണ്ടിയിരുന്ന ബോൺ മാരോ സെൽസ് നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ബോൺ മാരോ സെൽസ് ഈ പറഞ്ഞ എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ ഞാൻ പറഞ്ഞത്, 4 വയസ്സുകാരിക്കല്ലടോ ചെയ്യുന്നേ. അപ്പം 4 വയസ്സുകാരിക്ക് ചെയ്യുന്ന സമയത്ത് വലുതായില്ലേ, കൊച്ചു വലുതായില്ലേ, ഇത്ര ഉണ്ടാവും കൊച്ചു, അത്ര ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ, ഇത്ര ഉണ്ടാവും കൊച്ച്, 4 വയസ്സുകാരിയായി. അപ്പം 4 വയസ്സുകാരിയായ സമയത്ത് ആ കുട്ടീനകത്തേക്ക് ബോൺ മാരോ എടുക്കുന്നു, ബോൺ മാരോനകത്തേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് കേട്ടുന്നത് ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈസി ആയിട്ട് ലിംഫോസൈറ്റ് ചെയ്തത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഈ ലിംഫോസൈറ്റുകൾ ഇമ്മോർട്ടൽ അല്ല, അതായത് മോർട്ടലാണ്, അവർ മരിച്ചു പോകും, ലിംഫോസൈറ്റ്സ് മരിച്ചു പോകും. ലിംഫോസൈറ്റ്സിൻ്റെ കാലാവധി കഴിയുന്ന സമയത്ത് ഈ പറഞ്ഞ അഡെനോസിൻ ഡിഎമിനേസ് ഡെഫിഷ്യൻസി തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരാണ്ടിരിക്കണമെങ്കിൽ പീരിയോഡിക്കായിട്ട് വന്നിട്ട് ഈ പരിപാടി ചെയ്യണം, ലിംഫോസൈറ്റ്സ് ബ്ലഡിലേക്ക് കുത്തിവെക്കണം. ഓക്കെ, അതത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ എംബ്രിയോയിലാണ് ഡയഗ്നോസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പം നിങ്ങൾ വിചാരിക്കരുത് ജീൻ തെറപ്പി തന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി ചെയ്യണമല്ലോ, ബുദ്ധിമുട്ടാണല്ലോ. ഇല്ല, എംബ്രിയോയിലാണ് കണ്ടുപിടിക്കുന്നത്. എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ബോൺ മാരോ സെൽസിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് ഇമ്മോർട്ടലായിട്ട് കിടന്നോളും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. വളരെ ചെറിയ ആപ്ലിക്കേഷൻ അല്ലേ? 2 ആപ്ലിക്കേഷൻസ് പഠിച്ചില്ലേ? ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ പഠിച്ചില്ലേ? സിമ്പിൾ ആയിരുന്നില്ലേ? ജീൻ തെറാപ്പി പഠിച്ചില്ലേ? സിമ്പിൾ ആയിരുന്നില്ലേ? മൂന്നാമത്തതാണ് മോളിക്കുലാർ ഡയഗ്നോസിസ്. എന്താണ് മോളിക്കുലാർ ഡയഗ്നോസിസ്? സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ആപ്ലിക്കേഷൻ, വളരെ സിമ്പിളാണ് കേട്ടോ. ഇതാണ് മെഡിസിൻ്റെ പ്രത്യേകത. അഗ്രികൾച്ചർ പോലെ കുറേ പറയാനൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഓരോ ടോപ്പിക്കിലും കുറച്ചേ ഉണ്ടാവുള്ളൂ, 2-3 സ്ലൈഡ്. ഓക്കെ, എന്താണ് മോളിക്കുലാർ ഡയഗ്നോസിസ്? ഒന്നുമില്ല, നിങ്ങൾക്കറിയാം, എല്ലാവരും ഇല്ലെങ്കിലും ഒരുപാട് പേരെങ്കിലും കോവിഡ് വന്ന സമയത്ത് അല്ലേ, കൊറോണ വൈറസ് അല്ലെങ്കിൽ കോവിഡൊക്കെ വന്ന സമയത്ത്, COVID-19 ഒക്കെ വന്ന സമയത്ത് നിങ്ങൾ PCR RT-PCR ആൻറ്റിജൻ ടെസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? RT-PCR ആൻറ്റിജൻ ടെസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ ആൻറ്റിജൻ ടെസ്റ്റിനേക്കാളും നല്ലത് RT-PCR ആണെന്ന് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ആൻറ്റിജൻ ടെസ്റ്റിനേക്കാളും കുറച്ചും കൂടെ നല്ലത്, വേഗം നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റുന്നത്, ശരിയായ റിസൾട്ട് തരുന്നത് RT-PCR ആണ്. അതുകൊണ്ട് തന്നെ പിന്നീട് RT-PCR ആണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്തു വന്നത്. അപ്പോൾ എന്താണ് RT-PCR? PCR നിങ്ങൾക്ക് എന്താണെന്ന് അറിയാലോ? PCR is simply saying polymerase chain reaction. അതാണ് PCR. അപ്പോൾ എന്താണ്? അതൊരു ബയോടെക്നോളജിക്കൽ മെത്തേഡാണ്, നിങ്ങൾ പഠിച്ച സാധനമാണ് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ. അപ്പോൾ ഈ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അല്ലെ PCR യൂസ് ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താണ്? അതെങ്ങനെയാണ് നമുക്ക് മെഡിസിൻ ഡയഗ്നോസിസിൽ നമുക്ക് സഹായിക്കുന്നത്? ഡയഗ്നോസിസല്ലേ, ടെസ്റ്റല്ലേ ചെയ്യുന്നത്? കോവിഡ് ഉണ്ടോ ഇല്ലേന്ന് നിങ്ങൾ ടെസ്റ്റല്ലേ ചെയ്യുന്നത് PCR വഴി. അപ്പോൾ അതെങ്ങനെ സഹായിക്കുക? സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു വൈറസ്, സിമ്പിളായിട്ട് പറയാം, ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ, ഒരു വൈറസോ ബാക്ടീരിയ എന്തോ ആട്ടെ, നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും, റീപ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും, സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ഒരുപാട് എണ്ണം ആയാലേ സിംറ്റം കാണിച്ച് തുടങ്ങുള്ളൂ. അപ്പോൾ ആൻറ്റിജൻ ടെസ്റ്റ്, അതുപോലെ വേറെ ടെസ്റ്റുകളിലൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സിംറ്റം നോക്കി, നിങ്ങൾക്ക് സിംറ്റം കണ്ടിട്ട് നിനക്ക് സിംറ്റം വന്നു, അതുകൊണ്ട് നിനക്ക് കോവിഡ് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ വൈറസ് എന്തിട്ടുണ്ടാവും, സ്പ്രെഡായി പോയിട്ടുണ്ടാവും. കോവിഡിൻ്റെ കേസല്ല ഞാൻ പറയുന്നത്, ഒരുപാട് എന്താ പറയുക, ഡിസീസസ് അങ്ങനെയാണ്. സിംറ്റം വരുമ്പോഴത്തേക്ക് വൈകി പോയിട്ടുണ്ടാവും. അപ്പോൾ സിംറ്റത്തിന് വേണ്ടി കാത്തിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് മുന്നേ പോയിട്ട് എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യും?
PCR വഴി ടെസ്റ്റ് ചെയ്യും. വേറെ ചില ടെസ്റ്റുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ, വേറെ ചില ടെസ്റ്റുകളിൽ ഡിസീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് എമൗണ്ട് ഓഫ് വൈറസ് വേണ്ടി വരും. സിംപിളി ഞാൻ വരച്ചുതരാം. ഇത് ഒരാളുടെ ഒരു സെല്ലാണെന്ന് വിചാരിച്ചോ, ഇത് വേറൊരാളുടെ സെല്ലാണ്. ഇത് ഇയാളുടെ പേര് A, ഇയാളുടെ പേര് B. ഈ സെല്ലിൽ ഒരുപാട് വൈറസ് ഉണ്ട്. വൈറസ് ഇയാൾക്ക് വന്ന് വൈറസ് ഇയാളുടെ ശരീരത്തിൽ നിറഞ്ഞ് ഒരുപാട് വൈറസ് ഇയാളുടെ ശരീരത്തിലുണ്ട്. പക്ഷെ ഇയാളെ ബീൻ്റെ ശരീരത്തിൽ കുറച്ച് വൈറസേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ഒരു സാധാ ടെസ്റ്റ് പ്രയോഗിച്ചു, രണ്ടാളിലും സാധാ ടെസ്റ്റ് പ്രയോഗിച്ചു. ഓക്കെ, ടെസ്റ്റ് പ്രയോഗിച്ചപ്പം എൻ്റെ സെല്ലിൽ ഇത്രയും വൈറസുകളുണ്ട്, ടെസ്റ്റ് പറഞ്ഞു പോസിറ്റീവ്, ഇയാൾക്ക് ഡിസീസ് ഉണ്ട് എന്ന് ടെസ്റ്റ് പറഞ്ഞു. പക്ഷേ ബീൻ്റെ സെല്ലിൽ ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ടെസ്റ്റിന് നോക്കിയപ്പോൾ പെട്ടെന്ന് കണ്ടില്ല. അപ്പോൾ ടെസ്റ്റ് പറഞ്ഞു ഇല്ല, ഇയാൾ നെഗറ്റീവാണ്, ഇയാൾക്ക് ഡിസീസ് ഇല്ല എന്ന് ഫാൾസ് നെഗറ്റീവ് കൊടുത്തു. ശരിക്കും ഇയാൾക്ക് ഡിസീസ് ഇല്ലേ, ഇയാൾ ശരീരത്തിൽ വൈറസ് ഇല്ലേ ശരിക്കും. പക്ഷേ ടെസ്റ്റ് എന്ത് ചെയ്തു, ഫാൾസ് നെഗറ്റീവ് കൊടുത്തു. പല ടെസ്റ്റിൻ്റെയും പ്രശ്നം അതാണ്. പല ടെസ്റ്റും ഫാൾസ് നെഗറ്റീവ്സ് കൊടുക്കും. കാരണം ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കഴിഞ്ഞാലേ ആ ടെസ്റ്റിന് കാണാൻ പറ്റുള്ളൂ ഡിസീസ് വൈറസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ PCR അങ്ങനെയല്ല. PCR വളരെ ചെറിയ എമൗണ്ട് മതി. PCR ഒന്ന് നോക്കും, ഡിസീസ് ഉണ്ട്, PCR പോവും. മനസ്സിലായോ? PCR ചെറിയ എമൗണ്ട് കിട്ടിയാലും PCR പറയും ആൾ പോസിറ്റീവാണെന്ന്. അതാണ് PCR ഗുണം. മനസ്സിലായോ? അതാണ് PCR ഗുണം. അപ്പം ഇവിടെ നിന്ന് സംഭവം പ്രസൻസ് ഓഫ് പാത്തജൻ, ഒരു ബാക്ടീരിയ വൈറസ് എന്താവട്ടെ, അത് നോർമലി സംശയിക്കപ്പെടാം സിംറ്റം ഉണ്ടാകുമ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, ഇതിൻ്റെ കോൺസെൻട്രേഷൻ, ബാക്ടീരിയയുടെ കോൺസെൻട്രേഷൻ ബോഡിയിൽ നല്ലോണം ഹൈ ആയിട്ടുണ്ടാവും. പിന്നെ അത് ചികിത്സിച്ച് മാറ്റാൻ തുടങ്ങുന്നത് എന്താവും, അത്രത്തോളം ബുദ്ധിമുട്ടാവും. പക്ഷേ ഈ PCR ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, PCR യൂസ് ചെയ്യുമ്പോൾ ചെറിയ കോൺസെൻട്രേഷനിലാണെങ്കിൽ പോലും, അതായത് സിംറ്റംസ് ഇല്ലെങ്കിൽ പോലും, ചെറിയ കോൺസെൻട്രേഷൻ ആണെങ്കിൽ പോലും PCR വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, നമ്മൾ ഈ വൈറസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ചെറിയ എമൗണ്ട് ആണെങ്കിലും നമ്മളതിനെ ആംപ്ലിഫൈ ചെയ്യും. PCR ബേസിക്കലി ആംപ്ലിഫിക്കേഷൻ ടെക്നിക്ക് അല്ലേ. അപ്പോൾ ഈ DNA ആംപ്ലിഫൈ ചെയ്ത് ഒരുപാട് എണ്ണം ഉണ്ടാക്കല്ലേ PCR ചെയ്യുന്നത്. അപ്പോൾ ഇതേമാതിരി ആംപ്ലിഫൈ ചെയ്ത് ഒരുപാട് എണ്ണം ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് എമൗണ്ട് കാണും. അത് നമ്മൾ അയാളുടെ ശരീരത്തിലല്ല ചെയ്യുക, പുറത്ത് ലബോറട്ടറിയിലാണ് ചെയ്യുക. അപ്പോൾ ലബോറട്ടറിയിൽ നമ്മൾ ഒരുപാട് എണ്ണം ഉണ്ടാക്കിയാലും ആർക്കും ദ്രോഹമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പുറത്തെടുക്കുന്നു, അയാളെ സാമ്പിൾ എടുക്കുന്നു, സാമ്പിൾ നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് നോക്കുന്ന സമയത്ത്, ആംപ്ലിഫൈ ചെയ്യുന്ന സമയത്താണ് ഒരുപാട് വൈറസ് കാണും. അപ്പോൾ PCR പറയും ഉണ്ട്, പക്ഷേ അയാളുടെ ശരീരത്തിൽ ഒരുപാട് വൈറസ് ഇല്ല, അയാളുടെ ശരീരത്തിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ PCR ബേസിക്കലി ആൻ ആംപ്ലിഫിക്കേഷൻ ടെക്നിക്. അപ്പോൾ ആ ആംപ്ലിഫിക്കേഷൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ വൈറസ് ഡിറ്റക്ട് ചെയ്യുന്നത്. ശരീരത്തിൽ കുറച്ച് എമൗണ്ടേ ഉള്ളൂ എങ്കിലും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതും അതുകൊണ്ട് തന്നെയാണ്. ക്ലിയർ ആയോ? അങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ HIV അല്ലേ, ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ്, എയ്ഡ്സിൻ്റെ കോച്ചുന്ന വൈറസാണ് HIV. അപ്പോൾ HIV ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ PCR റൂട്ടീനിൽ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കോവിഡ് നിങ്ങൾക്ക് എഴുതാട്ടോ എക്സാമ്പിളായിട്ട്. അതേപോലെ ക്യാൻസർ, അതേപോലെ വേറെ മ്യൂട്ടേഷൻസ്. ഓക്കെ, ക്യാൻസർ പേഷ്യൻസിലും അതേപോലെ തന്നെ മ്യൂട്ടേഷൻസിലും. അതായത് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സഡൻ ചേഞ്ചസ് ആണ്. അത് ഒരാളുടെ ജീനിൽ, ഒരാളുടെ ജനറ്റിക് മെറ്റീരിയലിൽ പെട്ടെന്ന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായാൽ നമ്മൾ അതിനെ മ്യൂട്ടേഷൻ എന്ന് വിളിക്കുക. അങ്ങനെ പെട്ടെന്ന് ചേഞ്ചസ് ഉണ്ടായാൽ പെട്ടെന്ന് ഡിസീസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് പെട്ടെന്ന് ട്രീറ്റ് ചെയ്യണം. എല്ലാം ഷടപടെ ഏതായിരിക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, എല്ലാം പെട്ടെന്നായിരുന്നു, ആ സംഭവം പോലെയാണ്, എല്ലാം പെട്ടെന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഇതും പെട്ടെന്ന് ചെയ്യണം. ഇത് സ്ലോ ആയിട്ട് എല്ലാം അങ്ങ് മാറി മ്യൂട്ടേഷനൊക്കെ ഫുൾ സ്പ്രെഡ് ആയതിനു ശേഷം ടെസ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് നടക്കുമോ? ഇല്ല. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങനത്തെ മോളിക്കുലാർ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് എന്ത് ചെയ്യേണ്ടി വരും, യൂസ് ചെയ്യേണ്ടി വരും. വേറെയും പേര് നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ELISA കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ, എൻസൈം ലിങ്ക്ഡ്. ശ്രദ്ധിക്കണേ, ഇതെന്താണെന്ന് പറഞ്ഞു തരും നിങ്ങൾക്ക്. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻറ്റ് അസേ വേറൊരു ടെസ്റ്റാണ്, ELISA എന്ന് പറയും. ഓക്കെ, ഈ ടെസ്റ്റ് എന്താണ്, ഒരു കൈൻഡ് ഓഫ് മോളിക്കുലാർ ഡയഗ്നോസിസ് തന്നെയാണ്. നമുക്ക് പറയാനുണ്ട്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഓക്കെ, ഇപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ കാര്യമാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത നിങ്ങൾ മനസ്സിലാവേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ELISA പോലത്തെ ടെസ്റ്റുകളാണ്. അപ്പോൾ ELISA പോലത്തെ ടെസ്റ്റുകളിലൊക്കെ എന്താ സംഭവിക്കുന്നത്, ബേസിക്കലി സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു DNA ഉണ്ടാവും അല്ലെങ്കിൽ ഒരു RNA ഉണ്ടാവും. ഒരു DNA ഉണ്ടാവും അല്ലെങ്കിൽ ഒരു RNA ഉണ്ടാവും. ഇറ്റ് ക്യാൻ ബി RNA ഓർ DNA, സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. അങ്ങനത്തെ സ്റ്റാൻഡുള്ള RNAയിൽ വിചാരിക്കും ഇതാണ് നിങ്ങളുടെ DNA അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ RNA എന്ന് വിചാരിക്കും. അപ്പോൾ ഈ RNA അല്ലെങ്കിൽ DNAയിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവരിൽ ഒരു റേഡിയോ ആക്റ്റീവ് എന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്ക് അറിയില്ലേ, എന്നുവെച്ചാൽ ഈ പറഞ്ഞ പോലെ റേഡിയോ ആക്ടിവിറ്റി എമിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സബ്സ്റ്റൻസ്. അതായത് നമുക്ക് റേഡിയോഗ്രഫി ഒക്കെ ഇല്ലേ, അതായത് സംഭവം പറയുകയാണെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. എന്നുവെച്ചാൽ അവരെന്ത് ചെയ്യും, റേസ് എമിറ്റ് ചെയ്യും. ഓക്കെ, പലതരത്തിലുള്ള ഗാമ റേസ് ഒക്കെ. അപ്പോൾ അങ്ങനെ എമിറ്റ് ചെയ്യുന്ന സമയത്ത് റേഡിയോഗ്രഫി ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റക്ട് ചെയ്യാം. മനസ്സിലായില്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ ഇവിടെ ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNAയിലോ DNAയിലോ നമ്മൾ എന്ത് ചെയ്യും, റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ ഇടും. ഏതോ ഒരു റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ, അങ്ങനെ ഇന്ന മോളിക്യൂളൊന്നുമില്ല, നമ്മൾ റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ ഇൻകോപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ നമ്മൾ എന്ത് ചെയ്യും, ഇൻകോപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ സ്റ്റാൻഡേർഡ് അല്ലേ,
ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് വേറൊരു DNA ഉണ്ടാവുമല്ലോ, ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള DNA ആണെന്ന് വെച്ചോ, അതിനോട് ഇത് ബൈൻഡ് ചെയ്യും. കാരണം ഇത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിരുന്നില്ലേ ഗൈസ്, ദിസ് വാസ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA അല്ലെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആയിരുന്നു ഇത്. ടെക്നിക്കലി ഇത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിരുന്നു. ബട്ട് ഇപ്പോൾ ഇതെന്ത് ചെയ്തു, ബൈൻഡ് ചെയ്തു. കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള മറ്റൊരു DNA-യിൽ ഇത് പോയിട്ട് ബൈൻഡ് ചെയ്തു. ആൻഡ് ഈ DNA എവിടെയാണ് ഉണ്ടാവുക? സെല്ലുകളുടെ ഒരു കളക്ഷൻ. നമ്മൾ സെൽസിൻ്റെ ഒരു കളക്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ടാവില്ലേ, നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആളുടെ സെല്ലിൻ്റെ കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ടാവുമോ? ഉണ്ടാവില്ലേ? നമ്മളൊരാളെ സാമ്പിൾ എടുത്താൽ അതിൻ്റെ അകത്ത് DNA ഉണ്ടാവില്ലേ, സെൽസ് ഉണ്ടാകത്തില്ലേ? അപ്പോൾ ആ സെൽസിനകത്ത് DNA ഉണ്ടാവില്ലേ, ആ DNA-യിൽ പോയിട്ട് ആര് ബൈൻഡ് ചെയ്യും? ഈ പറഞ്ഞ റേഡിയോ ആക്റ്റീവ് മോളിക്യൂള് ബൈൻഡ് ചെയ്ത് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA RNA പോയിട്ട് ഇതിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. ഇതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സാധനം. നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സെല്ലിലുള്ള DNA എന്ന് പറയുന്നത് താഴെ കാണുന്നതാണ്. അതിൽ പോയിട്ട് ഇത് ബൈൻഡ് ചെയ്യും. അതിൽ നേരെ നമുക്ക് റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് ബൈൻഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ ബൈൻഡ് ചെയ്യും. ഇങ്ങനെ ബൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ റേഡിയോഗ്രാഫി ചെയ്യും. റേഡിയോഗ്രാഫി വഴി നമ്മൾ ഇതൊരു റേഡിയോ ഫിലിമിലിട്ടിട്ട് നമ്മൾ നോക്കും. അങ്ങനെ റേഡിയോ ആക്റ്റീവ് ഫിലിമിലിട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ഒക്കെ എന്ത് ചെയ്യും, റേഡിയോ ആക്ടിവിറ്റി എമിറ്റ് ചെയ്യും. ഇവർ റേഡിയോ ആക്റ്റീവ് അല്ല, ഇവർ റേഡിയോ ആക്ടിവിറ്റി എമിറ്റ് ചെയ്യുന്നുണ്ടാവും. അത് ഈ പറഞ്ഞ എന്താ പറയുക ഓട്ടോ റേഡിയോഗ്രാഫിയിലൂടെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം എന്ത്, ഓക്കെ ഇയാൾക്ക് ഡിസീസ് ഉണ്ട്. കാരണം എന്താ, ഇയാളിൽ ഈ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ കഷ്ണം ഉള്ളത് കൊണ്ടാണ് ഇവിടെ വന്ന് ബൈൻഡ് ചെയ്തത്. മനസ്സിലായില്ല? വിചാരിക്കും ഈ ആളെ DNA ഇതാണെന്ന് വിചാരിക്കും. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ആളുടെ സെല്ലിലെ DNA ഇതാണെന്ന് വിചാരിക്കും. അതേമാതിരി നമ്മൾ ഇതേമാതിരി ഒരു കോംപ്ലിമെൻ്ററി അല്ല, നമ്മൾ ചുമ്മാ ഒരു DNA കൊടുക്കുന്നു, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു DNA കൊടുക്കുന്നു. ഇത് ഡിസീസിൻ്റെ DNA-യോട് കോംപ്ലിമെൻ്ററി ആയിരിക്കും. മനസ്സിലായോ? ഇത് റേഡിയോ ആക്റ്റീവായിട്ട് നമ്മൾ കൊടുക്കുന്ന mRNA അല്ല, സിംഗിൾ സ്റ്റാൻഡേർഡ് DNA അല്ല, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA എന്ന് പറയുന്നത് ഡിസീസ് ഉള്ള ജീനിനോട് ഇതെന്തായിരിക്കും, കോംപ്ലിമെൻ്ററി ആയിരിക്കും. പക്ഷേ ഇവിടെ ഡിസീസ് ഉള്ള ജീൻ ഇല്ല, ഇയാൾക്ക് ഡിസീസ് ഇല്ല, ഇവിടെ ഡിസീസ് ഉള്ള ജീൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ ബൈൻഡ് ചെയ്യുമോ? ഇല്ല, ഇവർ തമ്മിൽ ബൈൻഡ് ചെയ്യില്ല. അപ്പം ഓട്ടോ റേഡിയോഗ്രാഫിയിൽ സംഭവം എമിറ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് പറയാം എന്ത് പറയാം, ഇവർക്ക് ഡിസീസ് ഇല്ലാന്ന് പറയാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എമിറ്റ് ചെയ്യും. അതാണ് അടുത്ത പോയിന്റിൽ പറഞ്ഞത്. ദ ക്ലോൺസ് ഹാവിങ് ദ മ്യൂട്ടേറ്റഡ് ജീൻ, എന്തെങ്കിലും മ്യൂട്ടേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസോ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല, അവർ ബൈൻഡ് ചെയ്യത്തില്ല. അങ്ങനെ ബൈൻഡ് ചെയ്തിട്ട്, കാരണം മ്യൂട്ടേഷൻ വന്നാൽ പിന്നെ ബൈൻഡ് ചെയ്യോ? നോക്ക്, ഇവിടെ മ്യൂട്ടേഷൻ ഇങ്ങനെയാണ് നോർമൽ കണ്ടീഷൻ, ഇങ്ങനെയാണ് ബൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ മ്യൂട്ടേഷനെ പറ്റി സംസാരിക്കുമ്പോൾ അത് വേറെ രീതിയിലാണ് വരിക. മ്യൂട്ടേഷനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് ബൈൻഡ് ചെയ്യേണ്ടത്. പക്ഷേ എന്തെങ്കിലും മ്യൂട്ടേഷൻ വന്ന്, അതായത് ഇയാളുടെ ജീൻ എന്തൊക്കെയോ വ്യത്യാസം വന്ന്, ഇയാളുടെ ജീൻ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇതിനോട് ബൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പോൾ മ്യൂട്ടേഷൻ വന്ന ഒരാളാണെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി എമിറ്റ് ചെയ്യില്ല, ഇവിടെ എമിറ്റ് ചെയ്യും. രണ്ട് രീതിയിൽ അത് വർക്ക് ചെയ്യും. നമ്മൾ ഏത് തരത്തിലാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനനുസരിച്ച് അത് മാറും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ടെക്നിക്കലി ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് DNA RNA എടുക്കും, അതിനെ റേഡിയോ ആക്ടിവിറ്റി വെച്ച് ടാഗ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനെ കോംപ്ലിമെൻ്ററി DNA ഹൈബ്രിഡൈസിങ് കമ്പൈൻ ചെയ്യും. അങ്ങനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് റേഡിയോ ആക്ടിവിറ്റി ഓട്ടോ റേഡിയോഗ്രാഫി വഴി ഡിറ്റക്ട് ചെയ്യുമ്പോൾ റേഡിയോ ആക്ടിവിറ്റി കാണും. ഓക്കെ, ഇത് നമ്മുടെ മ്യൂട്ടേഷൻസ്, സെൽസിൽ ജീനിന് വല്ല മ്യൂട്ടേഷൻ വന്നിട്ടുണ്ടോ, ജീനിൽ വല്ല ഡിഫക്റ്റ് വന്നിട്ടുണ്ടോ എന്നൊക്കെ മോളിക്കുലർ ഡയഗ്നോസ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ടെക്നിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി മോളിക്കുലർ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഉള്ളൊരു ടേം ആയിരുന്നു എലൈസ. അപ്പോൾ നിങ്ങളിപ്പോൾ മറ്റേത് പഠിച്ച സ്ഥിതിക്ക് എലൈസ നിങ്ങൾക്ക് സിമ്പിളാണ്, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻറ്റ് അസ്സേ അല്ലേ. അപ്പോൾ എലൈസ എന്ന് പറയുന്നത് ഈ ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻ്ററാക്ഷൻ ടെക്നിക്ക് അടിസ്ഥാനത്തിലാണ്. മനസ്സിലായോ? എന്ത് മനസ്സിലായി? ഒന്നും മനസ്സിലായിട്ടില്ല, ഞാൻ പറഞ്ഞുതരാം. ഒരു ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ ആൻറ്റിജൻ എന്ന് പറയുന്നത്. ആൻറ്റിജൻ എന്ന് പറയുന്നത് ഇത് ഡിസീസ് കോസിങ് ഓർഗാനിസം ആണ്. ഇറ്റ് ക്യാൻ ബി എ ബാക്ടീരിയ, ഇറ്റ് ക്യാൻ ബി എ വൈറസ്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഓക്കെ, ദിസ് കോസസ് ഡിസീസ്. ഇത് ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസം ആണ്. മനസ്സിലായല്ലോ? അങ്ങനെ ഓർഗാനിസത്തിൻ്റെ മേലെയാണ് ആൻറ്റിജൻ ഉണ്ടാവുക. അങ്ങനെ ഈ ആൻറ്റിജൻ നമ്മൾ ഡിസീസ് കോസിങ് ഓർഗാനിസം നമ്മുടെ ശരീരത്തിൽ വന്നാൽ ഇതിനെതിരായിട്ട് നമ്മുടെ ബോഡി ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യൂലേ, അതിനാണ് ആൻറ്റിബോഡി എന്ന് പറയാം. എന്ത് പറയാ? ആൻറ്റിബോഡി. നമ്മളെ ബോഡി ചുമ്മാ ഇരിക്കുമോ? ഇല്ല, നമ്മളെ ബോഡി എന്ത് ചെയ്യും? ഇതിനെതിരായിട്ട് ഒരു കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതിനാണ് ആൻറ്റിബോഡി എന്ന് പറയാം. അപ്പോൾ ഈ വന്ന ആൻറ്റിജനും നമ്മളുണ്ടാക്കിയ ആൻറ്റിബോഡിയും തമ്മിൽ ഇവിടെ ഒരു ഇൻറ്ററാക്ഷൻ നടക്കൂലേ? ഈ ഇൻറ്ററാക്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻറ്റ് അസ്സേ എന്ന് പറഞ്ഞ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ സാരമില്ല, കാരണം ഈ പ്രൊസീജിയർ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡീറ്റെയിലായിട്ടൊന്നും നിങ്ങൾക്ക് എലൈസ പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു ടെക്നിക്ക് ഇവർ യൂസ് ടെക്നിക്ക് എന്താണെന്ന് മനസ്സിലാക്കണം. ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ, ആൻറ്റിജനും ആൻറ്റിബോഡിയും തമ്മിൽ ഇൻട്രാക്ഷൻ. ആൻറ്റിജൻ എന്ന് വെച്ചാൽ വരുന്ന രോഗാണു അല്ലെങ്കിൽ
പാത്തോജൻ്റെ മേലെയുള്ള സംഭവമാണ് ആൻറ്റിജൻ. ആൻഡ് അതിനെതിരെ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ആൻറ്റിബോഡി. അവർ തമ്മിലൊരു ഇൻറ്ററാക്ഷൻ ഉണ്ടാവും. ആ ഇൻറ്ററാക്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എലൈസ ടെസ്റ്റ് നടക്കുന്നത്. ഇത്രയും കാര്യം മനസ്സിലായോ? ജസ്റ്റ് ഞാനൊന്ന് ഷോർട്ടാക്കി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, അത് പറഞ്ഞുതരാം. പാത്തോജൻ ഇൻഫെക്ഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? ആൻറ്റിജൻ ഉണ്ടാവും. അതായത് ഒരു വൈറസ് നമ്മുടെ ശരീരത്തിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വൈറസ് ആൻറ്റിജൻ ഉണ്ടാക്കൂലേ? ഞാൻ പറഞ്ഞു ഡിസീസ് കോസ് ചെയ്യുന്ന സാധനമാണ് ആൻറ്റിജൻ എന്ന് പറയുന്നത്. ഡിസീസ് കോസ് ചെയ്യുന്ന സാധനത്തിൻ്റെ അകത്തുള്ള സാധനമാണ് ആൻറ്റിജൻ എന്ന് പറയുന്നത്. സോ ഈ ആൻറ്റിജൻ ഉണ്ടോ ഇല്ലയോ നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? വൈറസ് വന്നിക്കോ ഇല്ലയോ നമുക്ക് മനസ്സിലാവില്ലേ? വൈറസ് വന്നിക്കോ ഇല്ലയോ നമുക്ക് മനസ്സിലാവും. ആൻഡ് അതേപോലെ തന്നെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്തിക്കോ ഇല്ലയോ നോക്കിയാലും പോരെ? എടോ, ഒന്നെങ്കിൽ ആൻറ്റിജൻ ഉണ്ടോ നോക്കാം. ആൻറ്റിജൻ ഉണ്ടെങ്കിൽ ശരിയാണ്, ആ വൈറസ് നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുണ്ട്, അത് ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, മനസ്സിലാവും. ആൻറ്റിബോഡി നോക്കിയാലും പോരെ? സിംപ്ലി പറഞ്ഞുതരാം. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു ആൻറ്റിജൻ ഉണ്ട്. ഓക്കെ, ഏതോ ഒരു വൈറസ് ഉണ്ടാക്കുന്ന ഒരു ആൻറ്റിജനാണ് എ എന്ന് പറയുന്ന ആൻറ്റിജൻ. ഇതിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മളെ ബോഡി ഉണ്ടാക്കുന്ന ആൻറ്റിബോഡിയാണ് ബി. ഓക്കെ, അപ്പോൾ ഈ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എ എന്ന് പറയുന്ന ആൻറ്റിജൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, ഈ ബി എന്ന് പറഞ്ഞ ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താലും പോരെ. കാരണം ഈ ബി എന്ന് പറഞ്ഞ ആൻറ്റിബോഡി എപ്പോഴേ ഉണ്ടാവും, ഈ എ എന്ന് പറഞ്ഞ ആൻറ്റിജൻ വന്നിട്ടുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നെങ്കിൽ എ എന്ന് പറഞ്ഞ ആൻറ്റിജൻ ഉണ്ടോ എന്ന് ഡയറക്റ്റ് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞ ആൻറ്റിബോഡി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താലും മതി. അപ്പോൾ ഇതാണ് എലൈസ അല്ലെങ്കിൽ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസ്സേ എന്ന് പറഞ്ഞ ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത്. പല ടൈപ്പ് എലൈസ ഉണ്ട്. അതിലൊന്നാണ് സാൻഡ്വിച്ച് എലൈസ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ കോൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, ഒന്നുമില്ല സംഭവം, ഇതൊന്നും നിങ്ങൾ കണ്ടു പേടിക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. സാൻഡ്വിച്ച് എലൈസ അത് ആൻറ്റിബോഡി ആൻറ്റിജൻ ഇൻറ്ററാക്ഷൻ വഴിയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെ ആൻറ്റിജനും ഉണ്ട്, ഇവിടെ ആൻറ്റിബോഡിയും ഉണ്ട്. കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ ഫിഗറൊന്നും നിങ്ങൾ വേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ. സാൻഡ്വിച്ച് എലൈസ എന്നൊരു സാധനം ഉണ്ട്, നിങ്ങൾക്ക് ഫെർദർ റെഫറൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇട്ടതാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ഒരൊറ്റ സ്ലൈഡ് മാത്രമാണ് എലൈസയെ പറ്റി. എലൈസൻ്റെ ഫുൾ ഫോം, അത് യൂസ് ചെയ്യുന്ന ടെക്നിക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആൻഡ് നമുക്ക് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാം, ഒന്നെങ്കിൽ ആൻറ്റിജൻ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആൻറ്റിബോഡി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത്രയും നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. നൗ മൂവിങ് ഓൺ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, ഇതാരാണ്? ഒരു ഖാബി എക്സ്പ്രഷൻ. ഇതാരാണ്? ഇറ്റ്സ് എ കൗ അല്ലേ? കൗ എന്നുള്ളതിനുപരി അതെന്താണ്? ഇറ്റ് ഈസ് എ ട്രാൻസ്ജെനിക് ആനിമൽ. എല്ലാ കൗസും ട്രാൻസ്ജെനിക് ആനിമൽസ് ആണോ? അല്ല. എന്താണ് ട്രാൻസ്ജെനിക് ആനിമൽസ്? കൗസ് മാത്രമാണോ ട്രാൻസ്ജെനിക് ആനിമൽസ്? അല്ല. ട്രാൻസ്ജെനിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ ജനിതക മാറ്റം വരുത്തിയ ആനിമൽസ്. ഓക്കെ, നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ആൾട്ടറേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ട്രാൻസ്ജെനിക് ആനിമൽസ് എന്നാണ് പറയാം. ഇങ്ങനെ മാറ്റം വരുത്തിയ ആനിമൽസിനെ കൊണ്ട് നമുക്ക് എന്താണ് ഉപകാരം? കുറച്ച് ഉപകാരങ്ങളുണ്ട്, ഒരു 4-5 ഉപകാരങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ആനിമൽസിനെ മാറ്റം വരുത്തിയിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്ന് കുറച്ച് ഉപകാരങ്ങൾ പറയാനുണ്ട്. ആ ഉപകാരങ്ങളും കൂടി പറഞ്ഞാൽ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ബേസിക്കലി നിങ്ങളെ മെഡിസിൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഓൾറെഡി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു മെഡിസിൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾക്ക് 3 സാധനങ്ങളാണ് പഠിക്കാനുള്ളത്. ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ 10.2.1, ജനറ്റിക്കലി അതേപോലെ തന്നെ ജീൻ തെറാപ്പി 10.2.2, മോളിക്കുലർ ഡയഗ്നോസിസ് 10.2.3. ഇത് അടുത്ത ടോപ്പിക്കാണ് 10.3, ട്രാൻസ്ജെനിക് ആനിമൽസ്. ഓക്കെ, ഇനി 10.4 എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൂടി ഉണ്ട്, എത്തിക്കൽ ഇഷ്യൂസ് എന്ന് പറയും. അതും കൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയും. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഓക്കെ, ഇത് ട്രാൻസ്ജെനിക് ആനിമൽസ് വളരെ സിമ്പിളാണ്. നമ്മൾ ഈ പുഷ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ ട്രാൻസ്ജെനിക് ആനിമൽസിൽ പറയാനുള്ളത്. എക്സാമിന് വേണ്ടിയിട്ട് പുഷ് ചെയ്യത്തില്ലേ, അങ്ങനത്തെ സാധനങ്ങളാണ് ട്രാൻസ്ജെനിക് ആനിമൽസിലുള്ളത്. എത്തിക്കൽ ഇഷ്യൂസിലും നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവാവുന്ന സാധനങ്ങളേ ഉള്ളൂ. സോ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ ഇനി 2 ടോപ്പിക്കേ ബാക്കിയുള്ളൂ. 2 ടോപ്പിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോ ഐ യു റെഡി ടു മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്? ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ടോപ്പിക്, 10.3 ട്രാൻസ്ജെനിക് ആനിമൽസ്. അപ്പോൾ നമുക്ക് എന്താ ട്രാൻസ്ജെനിക് ആനിമൽസ് എന്ന് നോക്കിയാലോ? ഓക്കെ, ട്രാൻസ്ജെനിക് ആനിമൽസ് ഞാൻ ഓൾറെഡി എന്താണെന്ന് പറഞ്ഞു. അതായത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ആൾട്ടറിങ് അല്ലെങ്കിൽ ഡിഫറൻസസ് അവരുടെ ജീനിലോ DNA-ലോ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്തരം ആനിമൽസിനെയാണ് ട്രാൻസ്ജെനിക് ആനിമൽസ് എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്ന പോയിന്റാണ് അല്ലേ? ഓക്കെ, അതെന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഒരു തരത്തിലുള്ള മാനിപ്പുലേഷൻ വരുത്തിയിട്ട് ഒരു എക്സ്ട്രാ ജീൻ അല്ലെങ്കിൽ ഒരു ഫോറിൻ ജീൻ അവരിൽ ഉണ്ടെങ്കിൽ അവർ നമ്മൾ എന്ത് വിളിക്കും? ട്രാൻസ്ജെനിക് ആനിമൽസ് എന്ന് വിളിക്കും. അത് ഓൾറെഡി ഉള്ള ജീനും DNA അല്ലാതെ വേറെ എന്തെങ്കിലും നമ്മൾ അവരിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അവരിൽ വേറൊരു ഫോറിൻ DNA-യോ ഫോറിൻ ജീനോ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ട്രാൻസ്ജെനിക് ആനിമൽസ് എന്നാണ് വിളിക്കുക അല്ലേ? ഒരുപാട് ട്രാൻസ്ജെനിക് ആനിമൽസ് ഉണ്ട്. അതിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ റാറ്റ്സ്, റാബിറ്റ്സ്, പിഗ്സ്, ഷീപ്പ്, കൗസ്, ഫിഷ്, അങ്ങനെ പലതരത്തിലുള്ള ആനിമൽസ് എന്തിട്ടുണ്ട് ഈ പറയുന്ന ജനറ്റിക്കലി മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 95% എന്താണ്? മൈസ് ആണ്.
അല്ലെങ്കിൽ റാറ്റാണ്. ഓക്കെ, അപ്പം എന്തൊക്കെയാണുള്ളത്? റാറ്റ് ഉണ്ട്, നിങ്ങളിവിടെ കാണുന്ന റാറ്റ് ഉണ്ട്, അതേപോലെ തന്നെ റാബിറ്റ് ഉണ്ട്, പിഗ്സ് ഉണ്ട്, ഫിഷ് ഉണ്ട്, അതേപോലെ യു ഹാവ് കാറ്റിൽ ഇൻ ജനറൽ. ഓക്കെ, കൗസ്. എനിവേസ്, അപ്പോൾ ഇതൊക്കെയാണ് ട്രാൻസ്ജനിക് ആനിമൽസിൽ പെടുന്നത്. ഇനി ഞാൻ പറഞ്ഞു ട്രാൻസ്ജനിക് ആനിമൽസ് കൊണ്ട് നമുക്ക് എന്താണ് യൂസ് എന്നാണ് നോക്കേണ്ടത്. ഒരു 4-5 യൂസ് ഞാൻ പറഞ്ഞു. സിംപ്ലി പറഞ്ഞു പോവാം. ആദ്യത്തെ യൂസ്, അതായത് ഫിസിയോളജി ആൻഡ് ഡെവലപ്മെൻറ്റ്. സംഭവമൊന്നുമില്ല, നമുക്കൊരു ആനിമലിൻ്റെ ഡെവലപ്മെൻറ്റിനെ, അല്ലെങ്കിൽ ഒരു ആനിമൽ ഉണ്ട്, ആ ആനിമലിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഏറ്റവും ബാധിക്കുന്ന ജീനുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആ ആനിമലിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത്, ഏതൊക്കെ ജീനുകളുടെ സഹായത്തിലാണ് നടക്കുന്നത് എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുക? ഓരോ ജീനുകളെ എലിമിനേറ്റ് ചെയ്ത് നോക്കാം അല്ലേ? ഇപ്പോൾ ഒരു ജീൻ ABC എന്ന് പറഞ്ഞാൽ 3 ജീനുണ്ട് ഒരു ആനിമലിൽ. ഇതിൽ A ജീനാണോ B ജീനാണോ C ജീനാണോ ഏതാണ് ഈ ആനിമലിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഏറ്റവും ബാധിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം A ജീൻ എലിമിനേറ്റ് ചെയ്യും, BC ജീൻ വെച്ച് നോക്കും. ഈ BC ജീൻ വെച്ചിട്ട് ആനിമൽ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? A ജീൻ അല്ല, BO CO ജീനാണ്, ഇതിലേതോ ഒന്നാണ് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത നമ്മൾ എന്ത് ചെയ്യും? B റിമൂവ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് മനസ്സിലായി? ഡെവലപ്മെൻറ്റിന് പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഓക്കെ, B ആണ് മെയിനായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ഫാക്ടർ എന്ന് നമുക്ക് മനസ്സിലായി. ഡെവലപ്മെൻറ്റിന് വേണ്ട ജീൻ എന്ന് നമുക്ക് എന്ത് ചെയ്തു? മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ആൾട്രേഷനും മാനിപ്പുലേഷനും നടത്തിയിട്ട് എന്ത് മനസ്സിലാക്കാം? ഒരു ആനിമലിൻ്റെ നോർമലായിട്ടുള്ള ഫിസിയോളജി, അതേപോലെ ഡെവലപ്മെൻറ്റിന് ഏതൊക്കെ ജീൻസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ജീൻസ് ആണ് ഒരു ആനിമലിൻ്റെ റെഗുലേഷൻ, അതായത് ആനിമലിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് എന്ന് പഠിക്കാൻ വേണ്ടി നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഇത് വെറുതെ ഒരു പഠനമല്ല കേട്ടോ, ഇതിനെ കൊണ്ട് ഒരുപാട് യൂസസ് ഉണ്ട്. അതായത് ആനിമൽസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, ആനിമൽസിൻ്റെ ഡിസീസ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, എക്സാമ്പിൾ കാണാൻ സ്റ്റഡി ഓഫ് കോംപ്ലക്സ് ഫാക്ടേഴ്സ് ഇൻ ഗ്രോത്ത്. അതായത് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്, ആനിമൽസ് ആണെങ്കിലും പ്ലാന്റ്സ് ആണെങ്കിലും. നമ്മുടെ ഗ്രോത്തിന് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ചിലതാണ് ഇപ്പോൾ ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടർ, ഇൻസുലിൻ പോലത്തെ ചില ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഗ്രോത്ത് ഫാക്ടേഴ്സ് കുറച്ച് കോംപ്ലക്സ്, അതർവൈസ് നമ്മൾ ജസ്റ്റ് നോക്കിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസി വഴിയോ ഒന്നും നമുക്ക് അതിൻ്റെ സ്റ്റഡി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് സ്റ്റഡി ചെയ്യുക? ഈ പറഞ്ഞ ട്രാൻസ്ജനിക് ആനിമൽസ് വഴി, അതായത് മാനിപ്പുലേഷൻ നടത്തിയിട്ട് അത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക? ഇതിൻ്റെ സ്റ്റഡി ചെയ്യുക. ഓക്കെ, എങ്ങനെ ചെയ്യുക? ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇൻട്രൊഡ്യൂസിങ് ജീൻസ് ഫ്രം അതർ സ്പീഷീസ്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? വേറെ ഏതെങ്കിലും സ്പീഷീസിൽ നിന്ന് ജീനുകൾ എന്ത് ചെയ്യും? ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ പുതിയ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഓൾറെഡി ഉള്ള ജീനിൻ്റെ ഫോർമേഷൻ എന്ത് ചെയ്യും? ബാധിക്കൂലേ? ഓൾറെഡി ഉള്ള ഫാക്ടേഴ്സ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ ഇൻസുലിൻ പോലത്തെ ഒരു ഗ്രോത്ത് ഫാക്ടർ, ഒരു പേരിടാം നമുക്ക്. പേരിടാം. എന്ന് പറയുന്ന ഒരു ഗ്രോത്ത് ഫാക്ടർ ഉണ്ട്. ഒരു ആനിമലിനെ വളരെ സഹായിക്കുന്ന ഒരു ഗ്രോത്ത് ഫാക്ടറാണ് എന്ന് പറയുന്ന ഗ്രോത്ത് ഫാക്ടർ. അപ്പോൾ ഈ എന്ന് പറയുന്ന ഗ്രോത്ത് ഫാക്ടർ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? വേറെ ഒരു സ്പീഷീസിൽ നിന്ന് ഒരു ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ആ വേറെ സ്പീഷീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ പുതിയ ജീൻ ഉണ്ടല്ലോ, ആ പുതിയ ജീന് ഈ പറഞ്ഞ ഗ്രോത്ത് ഫാക്ടറിൻ്റെ ഗ്രോത്തിനെ തടയും, അല്ലെങ്കിൽ ആൾട്ടർ ചെയ്യും. ഒന്നുകിൽ കൂട്ടും അല്ലെങ്കിൽ കുറയ്ക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പം എന്താണ് ബയോളജിക്കലി ഉണ്ടാവുന്ന ആഫ്റ്റർ എഫക്റ്റ്? അതായത് അങ്ങനെ ആ ഒരു ഗ്രോത്ത് ഫാക്ടർ കൂടുകയോ കുറയോ ചെയ്യുമ്പോൾ ഈ ആനിമലിന് എന്ത് സംഭവിക്കുന്നു? ആനിമൽ കൂടുതൽ എഫക്റ്റീവ് ആവുന്നുണ്ടോ? ആനിമലിന് ഡിസീസ് വരുന്നുണ്ടോ? ആനിമലിന് ഡിഫക്റ്റ് വരുന്നുണ്ടോ? ആനിമൽ മരിച്ചു പോകുന്നുണ്ടോ? എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? അപ്പോൾ അങ്ങനെ ആ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട്, ആ ഒരു ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ പറഞ്ഞ എന്ന് പറയുന്ന ഗ്രോത്ത് ഫാക്ടറിന് ആ ആനിമലിൻ്റെ ജീവിതത്തിൽ, ആ ആനിമലിൻ്റെ ബോഡിയിൽ എന്ത് റോളാണുള്ളത് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ഇതാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ, ട്രാൻസ്ജനിക് ആനിമൽസിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. അതായത് ഒരു ആനിമലിൻ്റെ സാധാ നോർമൽ ഫിസിയോളജിയും ഡെവലപ്മെൻറ്റും പഠിക്കാൻ നമുക്ക് ട്രാൻസ്ജനിക് ആനിമൽസ് സഹായിക്കും. കാരണം വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് ആ വ്യത്യാസങ്ങളുടെ എഫക്റ്റ് എന്താണെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കാം. ക്ലിയർ ആയല്ലോ? സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. അടുത്ത യൂസ് എന്താ? രണ്ടാമത്തെ യൂസ് ഒബ്വിയസ്ലി സ്റ്റഡി ഓഫ് ഡിസീസസ്. പലതരത്തിലുള്ള ഡിസീസസിൻ്റെ സ്റ്റഡി. അതെങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. എന്താ സംഭവം? ഫസ്റ്റ് തന്നെ ഒരു ഡിസീസ് ഒരു ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ. അതായത് ഒരു ഡിസീസ് ഉണ്ട്, ആൻഡ് ആ ഡിസീസ് ഒബ്വിയസ്ലി ഏതെങ്കിലും ഒരു പ്രോട്ടീൻ്റെ എക്സ്പ്രഷൻ കാരണമായിരിക്കുമല്ലോ ആ ഡിസീസ് വരുന്നത്. അപ്പോൾ ആ ഡിസീസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു ജീൻ ഉണ്ടാവില്ലേ? ഞാൻ വായിച്ചു തരാം. Designed to increase understanding of how genes contribute to the development of disease. അതായത് ഒരു ഡിസീസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സ്വാഭാവികമായിട്ടൊരു പ്രോട്ടീൻ ഉണ്ടാവും, അതിന് ആ പ്രോട്ടീനിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഒരു ജീനും ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ജീനുകൾ ഡിസീസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ആൻഡ് ചില ജീനുകൾ ഉണ്ടാകുന്ന പ്രോട്ടീൻ ഡിസീസ് മാറ്റാൻ സഹായിക്കുന്നുണ്ടോ? അങ്ങനെ ഡിസീസ് സംബന്ധിച്ച് ജീനുകൾക്ക് എന്ത് റോളാണുള്ളത് എന്ന് പഠിക്കാൻ നമുക്ക് ട്രാൻസ്ജനിക് ആനിമൽസ് മതി.
മതി. അതെങ്ങനെ നടക്കുക, എങ്ങനെ നമ്മൾ നടക്കുക, എങ്ങനെ നമ്മൾ ചെയ്യുക, അതിനെക്കൊണ്ടുള്ള ഗുണം എന്താ? ഈ പറഞ്ഞ ട്രാൻസ്ജനിക് ആനിമൽസ് മോഡൽസ് ആയിട്ട് ആക്ട് ചെയ്യും. എന്തായിട്ട് ആക്ട് ചെയ്യും? മോഡൽസ്. ഓക്കെ, ദേ ആക്ട് ആസ് മോഡൽസ് ഫോർ ഹ്യൂമൻ ഡിസീസസ്. മനസ്സിലായോ? ആനിമൽ ഡിസീസസിനേക്കാളും ഉപരി ഹ്യൂമൻസിന് വരുന്ന ഡിസീസസ്, അതായത് ചില ഡിസീസസ് കോമണാണ്. നമുക്ക് വരുന്ന ഡിസീസസും ആനിമൽസിന് വരുന്ന ഡിസീസസും ചിലത് കോമണാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ബോഡിയിൽ ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എടോ, നമുക്കൊരു ഡിസീസ് ഉണ്ട്, ആ ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു വൈറസ് ഉണ്ട്, നമ്മുടെ കയ്യിൽ നമുക്ക് അറിയാം ഇത് വൈറസ് ആണെന്ന്. പക്ഷെ ആ വൈറസിന് എങ്ങനെ അത് ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റും, അതേപോലെ ആ വൈറസ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, നമ്മുടെ ജീനുകൾ അതിനെതിരെ എന്താണ് ചെയ്യുന്നത്, ഇങ്ങനത്തെ സ്റ്റഡീസൊക്കെ നമ്മുടെ ബോഡിയിൽ തന്നെ നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുമോ? ഇല്ല, തട്ടിപ്പോകത്തില്ലേ? അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? ആനിമൽസിലാണ് ചെയ്യുക. ബിക്കോസ് ആനിമൽസിൻ്റെതായ സിമിലർ റിയാക്ഷൻസ് ആയിരിക്കും നമ്മുടെ ബോഡിയിലും കുറേയൊക്കെ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആനിമൽസിൽ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ട്രാൻസ്ജനിക് ആനിമൽസിനെ നമുക്ക് ഹ്യൂമൻ ഡിസീസസ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡലായിട്ടും കണക്കാക്കാം. ഓക്കെ, അതല്ലാണ്ട് ആനിമൽസിന് വരുന്ന ഡിസീസസ് പഠിക്കാൻ എന്തായാലും നമ്മൾ യൂസ് ചെയ്യും, അത് വേറെ കാര്യം. അതല്ലാതെ ഹ്യൂമൻസിന് വരുന്ന ഡിസീസസ്, ചില ഡിസീസസ്, എല്ലാ ഡിസീസസും അല്ല, പക്ഷെ ഹ്യൂമൻസിന് വരുന്ന ചില ഡിസീസസും ഈ ആനിമൽസിൽ ഇട്ടിട്ട്, എന്നുവെച്ചാൽ ആനിമൽസിൽ അതിൻ്റെ എഫക്റ്റ് നോക്കി എങ്ങനെയാണ് ജീൻ വഴി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എല്ലാം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഹ്യൂമൻസിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ആനിമൽസ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ? പുതിയ ഡ്രഗൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ആ ഡ്രഗൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഒരുപാട് ലെവൽ ഓഫ് ഡ്രഗൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഒരു പുതിയ മെഡിസിൻ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ആൻഡ് ആ സ്റ്റെപ്സിൽ എന്തിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് ഏതാണ്? ആനിമലിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ എനിവേസ്, ഇതാണ് നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തത്, സ്റ്റഡി ഓഫ് ഡിസീസസ്. അപ്പം ആനിമൽസിൽ, ട്രാൻസ്ജനിക് ആനിമൽസിൽ നമ്മൾ ഇട്ടിട്ട് നോക്കും, ഹ്യൂമൻസിൻ്റെ ഡിസീസസിൻ്റെ മോഡൽസ് ആയിട്ട് ആക്ട് ചെയ്യും, ആനിമൽസ് ആക്ട് ചെയ്യും, ഈ ട്രാൻസ്ജനിക് ആനിമൽസ് ആക്ട് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ട്രാൻസ്ജനിക് മോഡൽസ് പല ഡിസീസസിനും ഉണ്ട്. അതായത് ക്യാൻസർ നമ്മൾ നോക്കണേ, നമുക്ക് ഇൻക്യൂറബിൾ ഇത്രയും നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഒരു ഡിസീസാണ് ക്യാൻസർ. അതേപോലെ സിസ്റ്റിക് ഫൈബ്രോസിസ്, റിമറ്റോയിഡ് ആർത്രൈറ്റിസ്, അൽഷിമേഴ്സ്, ഇങ്ങനെ പല ഡിസീസസും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. പലതും നമുക്കൊരു എന്താ പറയുക, ഒരു എത്തും പിടിയും കിട്ടാത്ത ഡിസീസസ് ആണ് അല്ലേ? നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത, ഒരു ക്യൂർ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഡിസീസസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഡിസീസസിനൊക്കെ എന്തുണ്ട്? ഇപ്പം ട്രാൻസ്ജനിക് മോഡൽസ് അവൈലബിൾ ആണ്. അതിലാണ് സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് ഹ്യൂമൻസിലല്ല സ്റ്റഡി നടത്തുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ? അതാണ് സ്റ്റഡി ഓഫ് ഡിസീസസ് രണ്ടാമത്തത്. മൂന്നാമത്തത് ബയോളജിക്കൽ പ്രോഡക്ട്സ്. അതായത് നമ്മളെ പാൽ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ആനിമൽസിൽ നിന്ന് കിട്ടുന്ന എന്ത് ഉൽപ്പന്നങ്ങളോ ആയിക്കോട്ടെ, ആനിമൽസിൽ നമുക്ക് പ്രോഡക്ട്സ് കിട്ടൂലേ, എൻസൈംസോ എന്തോ ആവട്ടെ, ഫുഡ് പ്രൊഡക്ട്സോ വാട്ട് എവർ ഇറ്റ് ഇസ്, ആനിമൽസിൽ നമുക്ക് ഒരുപാട് പ്രോഡക്ട്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ബയോളജിക്കൽ പ്രോഡക്ട്സിൽ നമുക്ക് മെഡിസിൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതായത് ആനിമലിൽ നിന്ന് കിട്ടുന്ന ചില ബയോളജിക്കൽ പ്രോഡക്ട്സ്, ആ ബയോളജിക്കൽ പ്രോഡക്ട്സിൽ മെഡിസിൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. പക്ഷെ അങ്ങനെ നമ്മളായിട്ട് ഈ കിട്ടുന്ന പ്രോഡക്റ്റിന് ശേഷം, അതായത് പ്രൊഡക്റ്റ് കളക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് മെഡിസിൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആവും. എന്താ അതിൻ്റെ പ്രശ്നം? അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഏത് ആനിമലിൽ നിന്നാണോ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്നത്, ആ ആനിമലിനെ ട്രാൻസ്ജനിക് ആക്കിയാൽ പോരെ, ആ ആനിമലിൻ്റെ ജീനിനെ ആൾട്ടർ ചെയ്താൽ പോരെ. അതാണ് ഇവിടെ ചെയ്യുന്നത്. ട്രാൻസ്ജനിക് ആനിമൽസ് ദാറ്റ് പ്രൊഡ്യൂസ് യൂസ്ഫുൾ ബയോളജിക്കൽ പ്രോഡക്ട്സ് ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ പോർഷൻ ഓഫ് DNA വിച്ച് കോഡ്സ് ഫോർ എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. സിമ്പിളായിട്ട് ഞാൻ എത്ര പറഞ്ഞുതരാം. നമുക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് മെഡിസിനോ എൻസൈമോ എന്തോ ആവട്ടെ, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യണം. ആര് പ്രൊഡ്യൂസ് ചെയ്യണം? ഒരു ആനിമൽ പ്രൊഡ്യൂസ് ചെയ്യണം. കാരണം അതാണ് നമ്മുടെ ലക്ഷ്യം. ആനിമലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് വില കുറഞ്ഞു കിട്ടും. ഓക്കെ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് ആനിമൽസ് അത് പ്രൊഡ്യൂസ് ചെയ്ത് തരാൻ വേണ്ടി എന്ന് വിചാരിച്ചോ. അങ്ങനത്തെ പ്രൊഡക്റ്റ് ആണ് ഇതെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇങ്ങനത്തെ ഏന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഈ ഏന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജീൻ ഉണ്ടാവില്ലേ അല്ലേ? ഒരു ജീൻ ഉണ്ടാവും. ഈ ജീനിനെ നമ്മൾ എങ്ങോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യും? ഒരു ആനിമലിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്തായ ആനിമൽ എന്തായി? ഒരു ട്രാൻസ്ജനിക് ആനിമലായി ഇല്ലേ? എന്നിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ബയോളജിക്കൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. എക്സാമ്പിൾ ഹ്യൂമൻ പ്രോട്ടീൻ. ഓക്കെ, ഒരു പ്രോട്ടീനാണ്, പേര് പറഞ്ഞുതരാം, α1 ആൻറ്റിട്രിപ്സിൻ. ഓക്കെ, എന്താ പേര്? α1 ആൻറ്റിട്രിപ്സിൻ. അതായത് ഈ എംഫിസിമ എന്ന ഡിസീസ് ഇല്ലേ, എംഫിസിമയെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ഈ α1 ആൻറ്റിട്രിപ്സിൻ. അപ്പോൾ ഈ α1 ആൻറ്റിട്രിപ്സിൻ പോലത്തെ ഹ്യൂമൻ പ്രോട്ടീൻസ് നമ്മൾ ഈ മെത്തേഡ് വഴി ബയോളജിക്കൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ട്രാൻസ്ജനിക് ആനിമൽസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതായിരുന്നു മൂന്നാമത്തെ എന്തെന്ന് പറയുന്നത്,
ട്രാൻസ്ജനിക് ആനിമൽസിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ യൂസസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ എംഫിസിമേൻ്റെ പറഞ്ഞു, അത് കൂടാതെ ഫീനൈൽ കീറ്റോനൂറിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്. ഫീനൈൽ കീറ്റോനൂറിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഫീനൈൽ കീറ്റോനൂറിയ, സിക്കിൾ സെൽ അനീമിയ, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നില്ലേ? എനിവേസ്, ഫീനൈൽ കീറ്റോനൂറിയ, അതേപോലെ തന്നെ സിസ്റ്റിക് ഫൈബ്രോസിസ്, അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ എംഫിസീമ, ഇങ്ങനത്തെ ഡിസീസസിനൊക്കെ നമുക്ക് പലതരത്തിലുള്ള പ്രോട്ടീൻസ് വേണ്ടി വരും മെഡിസിൻസ് ആയിട്ട്. അപ്പോൾ ആ പ്രോട്ടീൻസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? ഈ പറഞ്ഞ പോലെ ട്രാൻസ്ജനിക് ആനിമൽസിൻ്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ? അപ്പോൾ 1997 ഇയർ ശ്രദ്ധിക്കണം, 1997. അപ്പോൾ നമ്മൾ കുറച്ച് ഇയേഴ്സൊക്കെ പഠിച്ചു അല്ലേ ഈ ചാപ്റ്ററിൽ? ഏതൊക്കെയാണ് പഠിച്ചത്? 1983 പഠിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 1990 പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ അതാ പഠിക്കുന്നു 1997. എന്തൊക്കെയാണ് 1983 നടന്നത്? ഞാൻ വീണ്ടും പറയണോ? 1983 എന്ത് നടന്നു, 1990 എന്ത് നടന്നു, 1997 എന്ത് നടന്നു? 1983 ഇൻസുലിൻ വരുന്നത്, ഹ്യൂമൻ ഇൻസുലിൻ, എലി ലില്ലി കമ്പനി, ഓർമ്മയില്ലേ? ആദ്യത്തത്. 1990 ഫസ്റ്റ് ജീൻ തെറാപ്പി 4 വയസ്സുകാരിയിൽ നടക്കുന്നത്. ഇവിടെ 1997 ആദ്യമായിട്ട് ട്രാൻസ്ജനിക് ആനിമൽസിൽ എന്താ ഫസ്റ്റ് ട്രാൻസ്ജനിക് കൗ വന്നത് എപ്പോഴാണ്? 1997. അപ്പം 83, 90, 97 ഓർഡറിലാണേ, അത് ക്രോണോളജിക്കൽ ഓർഡറിലാണ്. 83 കഴിഞ്ഞു, 90 കഴിഞ്ഞു, പിന്നെ 97. ഓക്കെ, അപ്പോൾ 1997 ആദ്യമായിട്ടുള്ള ട്രാൻസ്ജനിക് കൗ ഉണ്ടായി. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പേര് നമ്മളിട്ടു. പേരെന്താ? റോസി. എന്താ പേര്? റോസി. റോസി എന്ന് വിളിച്ചാൽ മതി, റോസി മുഴുവൻ എന്ന് വിളിക്കാം. അപ്പോൾ റോസി എന്നാണ് ഫസ്റ്റ് ട്രാൻസ്ജനിക് കൗവിൻ്റെ പേര്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ഈ എക്സാമിന് പഠിക്കുന്ന കോൺസെപ്റ്റിൽ നിങ്ങൾ പഠിക്കണ്ട, നിങ്ങളിത് ജീവിതത്തിൽ അറിയാൻ വേണ്ടി പഠിക്കണോ. അത് ആദ്യമായിട്ട് ജനറ്റിക് മോഡിഫിക്കേഷൻ നടന്ന പ്ലാന്റിൻ്റെ പേര്, ആനിമലിൻ്റെ പേര് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങൾ ബയോളജി സ്റ്റുഡൻ്റ് അല്ലേ? +1 +2 ബയോ പഠിക്കുന്നത് എല്ലാവരോടും പറഞ്ഞു നടക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും നിങ്ങളോട് ചോദിക്കുക ട്രാൻസ്ജനിക് ഫസ്റ്റ് നടന്ന ട്രാൻസ്ജനിക് ആനിമൽ ഏതാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ജനറ്റിക് മോഡിഫിക്കേഷൻ നടന്ന ആനിമൽ ഏതാണെന്ന് ചോദിച്ചാൽ കൗ ആണെന്ന് നിങ്ങൾ പറയുമായിരിക്കും. പക്ഷെ പേരും പറയാൻ പറ്റണം. പേരെന്താ? റോസി. വർഷം പറയാൻ പറ്റണം, 1997. അപ്പോൾ എന്താണ് ഈ റോസിയിൽ നടത്തിയ മാറ്റം? എന്താ റോസിയിൽ വന്ന വ്യത്യാസം? ഒന്നുമില്ല, ഹ്യൂമൻ പ്രോട്ടീൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഹ്യൂമൻ പ്രോട്ടീൻ. അങ്ങനെ ഹ്യൂമൻ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന പാല് ആരുണ്ടാക്കാൻ തുടങ്ങി? റോസി ഉണ്ടാക്കാൻ തുടങ്ങി. ഈ പറഞ്ഞ ജനറ്റിക് മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് എത്ര? 2.4 grams/L. അതായത് 1 ലിറ്റർ പാലിൽ 2.4 ഗ്രാം ഹ്യൂമൻ പ്രോട്ടീൻ ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിലുള്ള പാലാണ് ആരുണ്ടാക്കിയത്? റോസി ഉണ്ടാക്കിയത്. മനസ്സിലായോ? റോസി എന്ന് പറഞ്ഞ പശു ഉണ്ടാക്കിയത്. സോ ആ പശു എന്താണ്, അല്ലെ ആ കൗ എന്താണ്? ഒരു ട്രാൻസ്ജനിക് കൗ ആണ്. ഫസ്റ്റ് ട്രാൻസ്ജനിക് കൗ ആണ് 1997. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ പാലിൽ എന്തുണ്ട്? ഹ്യൂമൻ ആൽഫ ലാക്ടോ ആൽബുമിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ആണ് ഉള്ളത്. ഓക്കെ, എന്താ? ഹ്യൂമൻ ആൽഫ ആൽബുമിൻ. ഈ ലാക്ടോസ് എന്നൊക്കെ പറഞ്ഞാൽ പാലിലൊക്കെ ഉള്ള കണ്ടന്റ് അല്ലേ? അപ്പം അങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, നമ്മൾ ലാക്ടോസ് ഇൻടോളറൻറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പം ഹ്യൂമൻസിൻ്റെ ആണ്, ഹ്യൂമൻ പ്രോട്ടീൻ ആണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ആദ്യം എഴുതുക, പിന്നെ ഒരു ആൽഫ ഇടുക, ആൽഫ, പിന്നെന്താ? ആൽബുമിൻ, ലാക്ടോസിൻ്റെ ലാക്ട്, പിന്നെ ആൽബുമിൻ, ആൽബുമിൻ. ഇത് ഒറ്റ വേർഡാട്ടോ, സിംഗിൾ വേർഡാണ് ആൽബുമിൻ. ഇവിടെ സ്ഥലത്തോടെ എഴുതിയുള്ളൂ. അപ്പം എന്താ ഞാൻ പറഞ്ഞത്? അതായിരുന്നു ഫസ്റ്റ്, അതാണ് പ്രൊഡ്യൂസ് ചെയ്ത ഹ്യൂമൻ പ്രോട്ടീൻ. അപ്പം ഫസ്റ്റ് കൗ 1997 റോസി എന്താ പ്രൊഡ്യൂസ് ചെയ്തത്? ഹ്യൂമൻ പ്രോട്ടീൻ 2.4 grams/L. ഏതാ ഹ്യൂമൻ പ്രോട്ടീൻ? ഹ്യൂമൻ ആൽഫ ആൽബുമിൻ. ഇത്രയും ഡീറ്റെയിൽ നിങ്ങൾ പഠിച്ചു. ഇനി നിങ്ങൾക്ക് ആരെന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ വേണ്ടിയിട്ട് പറ്റും. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് ട്രാൻസ്ജനിക് ആനിമൽസിൻ്റെ അടുത്ത യൂസ് എന്ന് പറയുന്നത്, അതായത് 3ാമത്തെ യൂസ്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഓക്കെ, ദിസ് ഇസ് റോസി. ഓക്കെ, റോസിയുടെ ഒരു പിക്ചറാണ് ഫസ്റ്റ് ട്രാൻസ്ജനിക് ആനിമൽ. ഗൂഗിളിലൊക്കെ കണ്ട പിക്ചറാണ്. ഐ ഡോണ്ട് നോ ഇഫ് ദിസ് ഇസ് റിയലി റോസി, പക്ഷേ റോസി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന പിക്ചർ ഇതാണ്. ഓക്കെ, എനിവേസ് ഞാൻ ജസ്റ്റ് മനസ്സിൽ അത് പതിയാൻ വേണ്ടി ഒരു പിക്ചർ കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളോട് പിക്ചർ ഒന്നും ആരും ചോദിക്കാൻ പോകുന്നില്ല. ഓക്കെ, മൂവിങ് ഓൺ. നമ്മൾ അടുത്തതാണ് വാക്സിൻ സേഫ്റ്റി. സംഭവമൊന്നുമില്ല, നമുക്കൊക്കെ അറിയാം. കോവിഡൊക്കെ വന്ന സമയത്ത് പുതിയ വാക്സിൻസ് ഒക്കെ ഇറങ്ങിയില്ലേ? കോവിഡൊക്കെ വന്ന സമയത്ത് പുതിയ വാക്സിനൊക്കെ ഇറങ്ങി. പക്ഷേ ആ വാക്സിൻ ഹ്യൂമൻസിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് എന്താ പറയുക, സൈഡ് എഫക്റ്റ് ഉണ്ടോ സൈഡ് എഫക്റ്റ് ഇല്ലേ എന്നൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അത് കുറച്ച് പ്രശ്നമില്ലേ? അതായത് ഇപ്പം അഥവാ ഒരു വാക്സിൻ ഉണ്ട്, ആ വാക്സിൻ ഫസ്റ്റ് തന്നെ ഒരു ഹ്യൂമനിൽ ഒരു വാക്സിൻ കണ്ടുപിടിച്ചതിന് ശേഷം ആദ്യം തന്നെ അതൊരു ഹ്യൂമനിൽ പോയി കുത്തിവെച്ചിട്ട് ആ ഹ്യൂമൻ തന്നെ പറ്റി ആരുത്തരം പറയും? അങ്ങനെ വലിയ പ്രശ്നമുണ്ട് അല്ലേ? വലിയൊരു പ്രശ്നമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആനിമൽസിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ട്രാൻസ്ജനിക് എക്സാമ്പിൾ വേണമെങ്കിൽ മൈസ്. നമ്മൾ ഈ വക സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് മൈസല്ല. കാരണം ഒന്നാമത് അത് ഇത്തിരി ഉള്ളൂ. അപ്പോൾ അതിനെ കുത്തിവെക്കാൻ എളുപ്പമാണ്, അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല അല്ലേ? അത് ആ സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്ജനിക് മൈസിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് തന്നെ വാക്സിൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ? ഈ നമ്മൾ ഹ്യൂമൻസിന് യൂസ് ചെയ്യുന്നത് എക്സാമ്പിൾ വേണമെങ്കിൽ പോളിയോ
പോളിയോൻ്റെ വാക്സിൻ എല്ലാവർക്കും അറിയാലോ. ഈ പോളിയോ വാക്സിൻ്റെ പോളിയോ എന്താണെന്ന് അറിയാലോ, പോളിയോ ടാബ്ലറ്റ്സ് ഒക്കെ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ കഴിക്കാറുണ്ടായിരുന്നു പണ്ടൊക്കെ. എനിവേസ് ഈ പോളിയോ വാക്സിൻ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തത് എവിടെയാണ്? ട്രാൻസ്ജെനിക് മൈസിലാണ്. അപ്പം അങ്ങനെ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ, മൈസിൽ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ മാത്രമേ പിന്നീട് ഹ്യൂമൻസിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി ചിന്തിക്കുക പോലുമുള്ളൂ. ഇനിയിപ്പോൾ മൈസിൽ സക്സസ്ഫുൾ ആയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചെയ്തില്ല. അപ്പോൾ ഈ പറഞ്ഞ പോളിയോ വാക്സിൻ്റെ ഒക്കെ ടെസ്റ്റ് മൈസിൽ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമുക്ക് മങ്കീസിന് പകരം ആരെ യൂസ് ചെയ്യാം? മൈസിനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പൊക്കെ മങ്കീസിലാണ് ടെസ്റ്റ് നടക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ നടന്നിട്ട് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമുക്ക് മൈസിൽ തന്നെ ടെസ്റ്റിംഗ് എന്ത് ചെയ്യാം? പല വാക്സിൻസിൻ്റെ ടെസ്റ്റിങ്ങും മൈസിലേക്ക് മാറ്റാം. ഓക്കെ, കാരണം ഇപ്പോൾ പല വാക്സിൻസും മങ്കീസിലാണ് നടക്കുന്നത്. ബിക്കോസ് മങ്കീസ് കൈൻഡ് ഓഫ് സിമിലർ ടു അസ് എന്നാണല്ലോ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ടിനെ നോക്കിയാൽ മതി, അപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. എനിവേസ് ഇതിന് പകരം മൈസിലും നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ വാക്സിൻ സേഫ്റ്റിയിൽ പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, അഞ്ചാമത്തേതാണ് കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്. കെമിക്കൽസിൻ്റെ സേഫ്റ്റി ടെസ്റ്റിംഗ്. ഇത് കൂടുതൽ പറയാനുണ്ടോ? പറഞ്ഞുതരാം. അതായത് ഒരു കെമിക്കൽ, ആ കെമിക്കൽ ടോക്സിക് ആണോ അതോ സേഫ് ആണോ നമ്മളെങ്ങനെ അറിയും? നമുക്ക് ടോക്സിക് ആണോ സേഫ് ആണോ എന്ന് അറിയാൻ നമ്മളെ ബോഡിയിൽ ട്രീറ്റ് ചെയ്തിട്ട് നോക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ആരെ ബോഡിയിൽ ട്രീറ്റ് ചെയ്ത് നോക്കും? ആനിമൽസിനെ ബോഡിയിൽ ട്രീറ്റ് ചെയ്ത് നോക്കും. പ്രൊസീജിയർ ഒന്നുമില്ല. നമ്മൾ നേരത്തെ വാക്സിനിൽ പറഞ്ഞ പോലെ തന്നെ സെയിം സംഭവം തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഡ്രഗ്സിൻ്റെ ഒക്കെ ടോക്സിറ്റി നോക്കുന്ന സെയിം സംഭവം തന്നെയാണ്. സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ട്രാൻസ്ജെനിക് ആനിമൽസ് എടുക്കും. ഓക്കെ, ഈ ട്രാൻസ്ജെനിക് ആനിമൽസിലേക്ക് നമ്മൾ ജീൻ ഇൻകോപ്പറേറ്റ് ചെയ്യും. ഏത് ജീനാണ് ഇൻകോപ്പറേറ്റ് ചെയ്യുക? ഇന്ന ജീൻ ദാറ്റ് മേക്സ് ദം മോർ സെൻസിറ്റീവ്. മനസ്സിലായോ? അതായത് ഒരു ഇമേജ് വരച്ചു തരാം. ഇതൊരു ട്രാൻസ്ജെനിക് ആനിമൽ ആണെന്ന് വിചാരിച്ചോ. ഡൈനോസർ ആണോ? പശുവാണോ? ആനയാണോ? ഇനിയിപ്പോൾ എന്താ അത്? കണ്ണ് വേണ്ടേ? കണ്ണ് വരയ്ക്കാം. അത് മതി. എന്തോ ആവട്ടെ, ഇതൊരു ട്രാൻസ്ജെനിക് ആനിമലാണ്. എന്ത് വേണം നിങ്ങൾക്ക് കണക്കാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. പശു എന്ന് കണക്കാക്കണേ പശു എന്ന് കണക്കാക്കാം, ഡിനോസർ എന്ന് കണക്കാക്കണേ ഡിനോസർ എന്ന് കണക്കാക്കാം, ആന എന്ന് കണക്കണേ നിങ്ങൾ എന്ത് വേണേൽ കണക്കാക്കിയോ. ഇതൊരു ട്രാൻസ്ജെനിക് ആനിമലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ട്രാൻസ്ജെനിക് ആനിമലിലേക്ക് നമ്മളൊരു ജീൻ ഇൻകോപ്പറേറ്റ് ചെയ്യും. നമ്മൾ എന്ത് ഇൻകോപ്പറേറ്റ് ചെയ്യും? ജീൻ ഇൻകോപ്പറേറ്റ് ചെയ്യും. ഇതാണ് ആ ജീൻ. ഓക്കെ, ജീൻ എവിടെ എത്തി? ട്രാൻസ്ജെനിക് ആനിമലിൻ്റെ ഉള്ളിൽ എത്തി. ഈ ജീനുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ ടോക്സിൻ വന്നു കഴിഞ്ഞാൽ, ഈ ടോക്സിൻ വന്നു കഴിഞ്ഞാൽ, പുറത്തുനിന്നൊരു ടോക്സിൻ വന്നു കഴിഞ്ഞാൽ, അതൊരു കെമിക്കലാണ്, ആ കെമിക്കൽ ഒരു ടോക്സിൻ ആണെന്ന് കരുതിക്കോ. ആ ടോക്സിൻ വന്നു കഴിഞ്ഞാൽ ഈ ജീൻ ഉള്ളിലുള്ളത് കൊണ്ട് ഈ ആനിമൽ ഭയങ്കരമായിട്ട് അതിനോട് റിയാക്ട് ചെയ്യും. ആനിമൽ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആവും. അതാണ് സംഭവം. ഇതുണ്ടോ? It makes them more sensitive to toxic substances than non-transgenic animals. അപ്പോൾ അങ്ങനെ ടോക്സിക് സബ്സ്റ്റൻസസ് വരുന്ന സമയത്ത് എഫക്ട്സ് ഒക്കെ എന്ത് ചെയ്യും? കുറച്ചും കൂടെ ഹയർ ഫ്രീക്വൻസിയിൽ അവർ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് സമയത്ത് നമുക്ക് ആ എഫക്ട്സ് ഒക്കെ പഠിക്കാൻ വേണ്ടി എന്തായിരിക്കും? എളുപ്പമായിരിക്കും. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഒരു സാധാ ട്രാൻസ്ജെനിക് ആനിമൽ ഇപ്പുറത്തുണ്ടെന്ന് വിചാരിച്ചോ. ഇതേപോലെ ആനിമലിനെ എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ല. ഇത് ഒരു തവണ വന്നത്, ഇതെന്തിങ്ങനെ വന്നത് എനിക്ക്. ലെറ്റ് മീ ട്രൈ. ഒരു ആനിമൽ, ഇത് വേറൊരു ആനിമലാട്ടോ. ഇത് ഞാൻ ആനയാണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചത്. ഇത് വേറൊരു ആനിമലാണ്. അപ്പോൾ ആനയ്ക്ക് ഇത്ര വലിയ വാലില്ല. എനിവേസ് ഇത് വേറൊരു ആനിമലാണ്. ഇത് ട്രാൻസ്ജെനിക് അല്ല. ദിസ് ഇസ് എ നോർമൽ ആനിമൽ. ഓക്കെ, ഇതൊരു നോർമൽ ആനിമലാണ്. എന്താണിത്? ഒരു നോർമൽ ആനിമൽ. ഇതെന്താണ്? ട്രാൻസ്ജെനിക് ആനിമലാണ്. അപ്പോൾ ഈ നോർമൽ ആനിമലിൽ എന്തില്ല? ഈ പറഞ്ഞ ജീനില്ല. ഓക്കെ, ജീനില്ലാത്തതുകൊണ്ട് തന്നെ ടോക്സിൻ പുറത്തുനിന്ന് വന്നാൽ ഈ ആനിമൽ റിയാക്ട് ചെയ്യോ? റിയാക്ട് ചെയ്യുമായിരിക്കും കേട്ടോ. റിയാക്ട് ചെയ്യില്ല എന്ന് ആരും പറയുന്നില്ല, റിയാക്ട് ചെയ്യും. പക്ഷേ റിയാക്ഷൻ്റെ അളവ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ റിയാക്ഷൻ എന്താണ്, അതിൻ്റെ എത്രത്തോളം നടക്കുന്നതെന്ന് പഠിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനെ ട്രാൻസ്ജെനിക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ലോണം റിയാക്ട് ചെയ്യും. ഇത് വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അല്ല, ഇത് നല്ലോണം റിയാക്ട് ചെയ്യും, നല്ല ഫ്രീക്വൻസിയിൽ റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റഡി ചെയ്തിട്ട് ഇതിൻ്റെ എഫക്ട്സ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഡ്രഗൊക്കെ ഇതേമാതിരി ടെസ്റ്റ് ചെയ്താൽ പോരെ. ഒരു ഡ്രഗിൻ്റെ എഫക്റ്റ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതൊരു ട്രാൻസ്ജെനിക് ആനിമലിലേക്ക് കൊടുക്കുന്നതാണ് സാധാ ആനിമലിൽ കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ. സാധാ ആനിമലിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റൂല എന്നല്ല കേട്ടോ, സാധാ ആനിമൽസിൽ കൊടുക്കാൻ ടെസ്റ്റ് ചെയ്യാം, നടക്കലുണ്ട്. പക്ഷെ അതിനേക്കാളും ബെറ്റർ ഏതാ? ട്രാൻസ്ജെനിക് ആനിമൽസിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് അഞ്ചാമത്തെ യൂസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ബേസിക്കലി ഈ ട്രാൻസ്ജെനിക് ആനിമൽസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ വെറും 5 യൂസസേ പഠിക്കാനുള്ളൂ. പക്ഷേ 5 യൂസസ് പഠിക്കാനുള്ളതുകൊണ്ട് തന്നെ 5 മാർക്കിന് ചോദിച്ചൂടെ? ഓരോ യൂസസിന് ഓരോ മാർക്ക് വീതം ചോദിക്കാം. അപ്പോൾ ഈ 5 യൂസസ് വൃത്തിക്ക് പഠിക്കുക. ഫിസിയോളജി ഡെവലപ്മെൻറ്റ്, പിന്നെ അതിനുശേഷം ബയോളജിക്കൽ പ്രൊഡക്ട്സിൻ്റെ കാര്യം, വാക്സിൻ, അതേപോലെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം, അങ്ങനെ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 5 കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കുക, നിങ്ങളുടെ വാക്കിൽ എഴുതുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് എന്ത് ട്രാൻസ്ജെനിക് ആനിമൽസ് എന്ന് പറഞ്ഞത്. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ്
എത്തിക്കൽ ഇഷ്യൂസ്. ഏതാണ് എത്തിക്കൽ ഇഷ്യൂസ്? 10.4 എന്ന് പറയുന്ന നിങ്ങളുടെ ചാപ്റ്ററിലെ നിങ്ങളുടെ ലാസ്റ്റ് സെഷനാണ് എത്തിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഇത് കാര്യമായ സംഭവമൊന്നുമില്ല. സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ ഒരു ടോപ്പിക്ക് പഠിക്കും ട്രാൻസ്ജെനിക് ആനിമൽസിനെ പറ്റി പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മൈൻഡിൽ വന്നിട്ടുണ്ടാവും, ഈ ആനിമൽസിനെ ചോദിക്കാൻ പറയാൻ ആരുമില്ലേ? അതായത് നമ്മൾ ഈ തോന്നിയ പോലെ ആനിമൽസിനെ ട്രാൻസ്ജെനിക് ആക്കുന്നു, അതിൽ ടെസ്റ്റ് ചെയ്യുന്നു, ആനിമൽസ് തട്ടിപ്പോയാലോ? തട്ടിപ്പോകുന്നുണ്ടല്ലോ. എടാ, നമ്മൾ എത്ര എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്നു, അതിൽ ഒന്നല്ലേ സക്സസ്ഫുൾ ആവുന്നുള്ളൂ, ബാക്കിയെല്ലാം ഫെയിലിയർ അല്ലേ? ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താ? ആ ആനിമൽസൊക്കെ ഡെഡ് ആവല്ലേ ചെയ്യുന്നേ? ആനിമൽസ് ആർ ഡൈയിങ്. അപ്പോൾ ആരാ ചോദിക്കാറുള്ളത് ഇതിന്? ആരാ ഉള്ളത്? ആരുമില്ല അല്ലേ? അപ്പോൾ അതേപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറഞ്ഞ ബയോടെക്നോളജിക്ക് ഉണ്ട്. എത്തിക്സ് പരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ബയോടെക്നോളജിയുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിലവിൽ വരുത്താൻ സാധിക്കാത്തത്. അത് ഒരു കണക്കിന് പോസിറ്റീവും ആണ്, ഇൻ ദ സെൻസ് ദാറ്റ് ഇപ്പം ഒരു എത്തിക്കൽ ലിമിറ്റ്സും ഇല്ലായിരുന്നെങ്കിൽ ബയോടെക്നോളജി ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ടാവും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എടോ, ഒരു എത്തിക്കൽ ലിമിറ്റ്സും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എന്നെപ്പോലെ ഒരാൾ എൻ്റെ തൊട്ടിപ്പുറത്ത് നിന്നേനെ ഞാനാന്ന് പറഞ്ഞിട്ട്. ക്ലോൺസൊക്കെ ഉണ്ടായനടോ. ക്ലോൺസൊക്കെ ഉണ്ടാക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ ഇത്രയും ശാസ്ത്രം വളർന്ന സ്ഥിതിക്ക് ക്ലോൺസൊക്കെ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിനൊക്കെ എത്തിക്കൽ ലിമിറ്റ്സ് വെച്ചിരിക്കുന്നതാണ്. ഉണ്ടാക്കാൻ പാടില്ല, എത്തിക്കൽ ലിമിറ്റ്സ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ബയോടെക്നോളജിയിലും പല കാര്യങ്ങളിലും ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത് കൊണ്ട് തന്നെ എത്തിക്കൽ ലിമിറ്റ്സ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഷ്യൂസ് നമുക്ക് നോക്കാം. ഇത്ര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിലും കുറച്ച് കോമൺ ഇഷ്യൂസ് ഉണ്ട്, കുറച്ച് സിമ്പിൾ ഇഷ്യൂസ് ഉണ്ട്, ജനറൽ ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് നോക്കാം. സിംപ്ലി പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ എടുത്തിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത് ചില റെഗുലേഷൻസ് വെക്കേണ്ടത് നിർബന്ധമാണ്. ചില എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് നിർബന്ധമാണ്. നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല. പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സിൻ്റെ അധികാര പരിധിയിൽ നിന്നിട്ട് നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാനിപ്പുലേഷൻ ചെയ്യാൻ പാടുള്ളൂ. അതാണ് നമുക്ക് തോന്നിയ പോലെ എന്ത് രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നിങ്ങൾ പല സിനിമയും കണ്ടിട്ടുണ്ടാവും അല്ലേ? പല സിനിമ എൻ്റെ ഓർമ്മയിൽ തന്നെ ഫ്യൂ ഫിലിംസ്, അല്ലെങ്കിൽ തന്നെ ഫിലിംസ് ഒന്നും വേണ്ട, നിങ്ങൾ സീരീസ് കണ്ടിട്ടുള്ളവരായിരിക്കുന്നില്ലേ? പല കൊറിയൻ സീരീസ്, ഐ എം നോട്ട് ടേക്കിംഗ് എനി നെയിംസ്, പക്ഷേ പല സീരീസിലും നിങ്ങൾക്ക് കാണാം എക്സ്പെരിമെൻറ്റ്സ് ഗോയിങ് റോങ്, റൈറ്റ്? പല എക്സ്പെരിമെൻറ്റുകളും നിങ്ങൾ ആനിമൽസ് ചെയ്യുന്നത് തെറ്റായിട്ട് പോകുന്നതും ആ ആനിമൽസ് പിന്നീട് വയലൻ്റ് ആവുന്നതും ഹ്യൂമൻസിലേക്ക് സ്പ്രെഡ് ആവുന്നതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു സീരീസ് ഞാൻ കണ്ടിട്ടുണ്ട്, ബട്ട് ഐ എം നോട്ട് ടേക്കിംഗ് നെയിം. എനിവേസ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഓക്കെ, അങ്ങനെ പല എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ബയോടെക്നോളജിക്കൽ മെഷേഴ്സ് ഒക്കെ തന്നെ ചെയ്യാൻ പാടുള്ളൂ, ബയോടെക്നോളജിക്കൽ മെത്തേഡ്സ് ഒക്കെ തന്നെ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ ബിഗ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യാം. അപ്പോൾ ജനറ്റിക് മോഡിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന മോഡിഫിക്കേഷൻ എന്തായിരിക്കും? ഓക്കെ, നമ്മളൊരു ഇങ്ങനെ ഒരു മോഡിഫിക്കേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അത് ഇങ്ങനെ തന്നെ നടക്കും, ഇതാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്നതാണോ എപ്പോഴും നടക്കാറ് ഗൈസ്? അല്ല. നമ്മൾ ഇങ്ങനെ ഒരു മോഡിഫിക്കേഷൻ വിചാരിക്കും, നമ്മൾ ഇങ്ങനെ കൊടുക്കും, പക്ഷേ അത് ഇങ്ങനെ നടക്കുന്നതിന് പകരം അത് ഇങ്ങനെ നടക്കും. നമ്മൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള റിസൾട്ട്സ് വരാൻ സാധ്യതയുണ്ട്. അതാണ് ബയോടെക്നോളജീൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, അൺപ്രഡിക്റ്റബിൾ റിസൾട്ട്സ്. നമ്മൾ വിചാരിക്കുന്നതൊന്നും അങ്ങനെ ആയിരിക്കത്തില്ല. നമ്മൾ വിചാരിക്കുന്നതൊക്കെ നല്ലതായിരിക്കും, നമ്മളെ എന്താ പറയുക, നമ്മളെ ഇൻറ്റൻഷനൊക്കെ നല്ലതായിരിക്കും, പക്ഷേ റിസൾട്ട്സ് എപ്പോഴും അത്ര നല്ലതായിക്കൊള്ളുന്നില്ല. ഫെയിലിയേഴ്സ് ക്യാൻ ഹാപ്പൻ ആൻഡ് സം ഫെയിലിയേഴ്സ് ക്യാൻ ലീഡ് ടു ഹ്യൂജ് ഡേഞ്ചേഴ്സ്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഹാവ് ഹ്യൂജ് കോൺസിക്വൻസസ്. അപ്പോൾ അങ്ങനത്തെ കോൺസിക്വൻസസിലേക്കൊന്നും എത്താതിരിക്കാൻ, കാരണം അത് റിവേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു ഡിസീസൊക്കെ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ അത് റിവേർട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇങ്ങനത്തെ മെഷേഴ്സ്, അല്ലെങ്കിൽ റെഗുലേഷൻസ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ്, എത്തിക്സ് പരമായ സ്റ്റാൻഡേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കമ്മിറ്റി ഉണ്ട്, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. എന്ത് ജനറ്റിക് എഞ്ചിനീയറിംഗ് മാറ്റം വരുത്തിയാലും ഈ കമ്മിറ്റിയിലൂടെ പോയി വന്നാൽ മാത്രമേ അത് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് കമ്മിറ്റി ഹാസ് ടു അപ്രൂവ്. പേര് തന്നെ ഉണ്ട്, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. ജനറ്റിക് എഞ്ചിനീയറിംഗ് പരിപാടികൾ അപ്രൂവ് ചെയ്യുന്ന കമ്മിറ്റി, GEAC, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. സോ ദിസ് കമ്മിറ്റി, ഓക്കെ, ഈ കമ്മിറ്റിയാണ് ഡിസിഷൻസ് എടുക്കുക. അതായത് ഒരു സംഭവം ഇംപ്ലിമെൻറ്റ് ചെയ്യണോ വേണ്ടയോ, സേഫ് ആണോ അല്ലയോ, ഈ തരത്തിലുള്ള എല്ലാ ഡിസിഷൻസ് എടുക്കുന്ന ആരാ? GEAC ആണ്. അപ്പം ജനറ്റിക് മോഡിഫൈഡ് റിസർച്ച് സംബന്ധിച്ച്, അതിൻ്റെ സേഫ്റ്റി സംബന്ധിച്ച്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടയോ, അത് ഓർഗാൻസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടയോ, അത് പബ്ലിക്കിന് അവൈലബിൾ ആക്കണോ വേണ്ടയോ, എല്ലാ തരത്തിലുള്ള എന്താ പറയുക ഡിസിഷൻസ് എടുക്കുന്നത് ആരാ? GEAC, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. ക്ലിയർ ആയോ? ഇതാണ് എത്തിക്കൽ ഇഷ്യൂസിൽ ആദ്യം പറയാനുള്ളത്. അടുത്ത എന്താ നമുക്ക് പറയാനുള്ളത് നോക്കിയാലോ? അടുത്ത സംഭവം ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ എത്തിക്കൽ ഇഷ്യൂസിൻ്റെ സീരിയസ്നെസ് ഞാൻ പറഞ്ഞുതരാം. ബസ്മതി റൈസ് എല്ലാവർക്കും അറിയാം അല്ലേ? ഇതേ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് കാണിച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണെന്ന് തോന്നുന്നു. ദാറ്റ്സ് വാട്ട് ഐ ഹാഡ് ഫോർ ലഞ്ച് ടുഡേ. എനിവേസ്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കാണിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് ടേസ്റ്റി ബൈ ദ വേ. ആൻഡ് ഇവിടെ ജസ്റ്റ് എന്തോ ഒരു റൈസ് കാണിച്ചിട്ടുണ്ട്. എന്തോ ഒരു റൈസാണ്. എനിവേ, സംഭവം ബസ്മതിയാണ്. ഒരു സാധനം കോമൺ ആണ്, രണ്ടിലും എന്താ ഉള്ളത്? ബസ്മതി റൈസ് ആണ് ഉള്ളത്. ഓക്കെ, ബസ്മതി റൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. ഇന്ത്യയിൽ പണ്ട് മുതലേ
പണ്ട് മുതലേ ഉള്ള ഒരു സാധനമാണ് ബസ്മതി റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, 27ഓളം വെറൈറ്റീസ് ഉണ്ടെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ബസ്മതി റൈസിൻ്റെ തന്നെ. അപ്പോൾ ഈ ബസ്മതി റൈസിനെ കുറിച്ച് നമ്മുടെ ഇന്ത്യയിലുള്ള പല പോയംസിലും പല ഫോക്ലോറിലും പല ഏൻഷ്യൻ ടെക്സ്റ്റിലും പല റെഫറൻസസും ഉണ്ട് ബസ്മതി റൈസിനെ പറ്റി. സോ ബേസിക്കലി വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് ബസ്മതി റൈസ് എന്ന് പറയുന്നത് ഇന്ത്യൻ്റെ ഒരു സ്വത്താണ്. കാരണം പണ്ട് മുതലേ ഇന്ത്യയിലുണ്ട് പല ടൈപ്സ് പല വെറൈറ്റീസ് ഓഫ് ബസ്മതി റൈസ് ഇന്ത്യയിലുണ്ട്. മൈൻഡിൽ വെച്ചോ. എന്ത് സംഭവിക്കുന്നു വെച്ചാൽ 1997 വർഷം പിന്നെയും പഠിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി പഠിച്ച വർഷമാണ്. അല്ല, 1997 റോസിൻ്റെ വർഷമാണ്. അപ്പോൾ അതേ വർഷം തന്നെ ഇവിടെ ചിന്തിച്ചോ, 1997 ഒരു അമേരിക്കൻ കമ്പനി ഉണ്ട്. ആ അമേരിക്കൻ കമ്പനി എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യയിൽ ഓൾറെഡി ഉള്ള ഒരു ബസ്മതി റൈസിനെ എടുത്തിട്ട് അവർ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി ഇത് ഞങ്ങൾ കണ്ടുപിടിച്ച ബസ്മതി റൈസ് ആണെന്നും പറഞ്ഞ് പേറ്റന്റ് എടുത്തു. ഓക്കെ, അപ്പോൾ ഈ അമേരിക്കൻ കമ്പനിക്ക് പേറ്റന്റ് റൈറ്റ്സ് കിട്ടി ഒരു പെർട്ടിക്കുലർ ബസ്മതി റൈസിൻ്റെ മേലെ. ആൻഡ് ഈ ബസ്മതി റൈസ് അതായത് ആരാ കൊടുത്തത്, US പേറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്ക് ഓഫീസാണ്. അവരാണ് അവിടുത്തെ അമേരിക്കയിലൊക്കെ പേറ്റന്റ് കൊടുക്കുന്നത് ഈ ഒരു ഓഫീസാണ്. അപ്പോൾ എന്തായാലും അവർക്ക് പേറ്റന്റ് കിട്ടി. അപ്പം ഈ പേറ്റന്റ് അതായത് ഈ പുതിയ വെറൈറ്റി ആണെന്നും പറഞ്ഞ് അവരിറക്കിയ ബസ്മതി റൈസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത വെറൈറ്റികളിൽ നിന്ന് ചെറിയ മാറ്റം വരുത്തിയ വെറൈറ്റികളാണ്, അല്ലാണ്ട് അവർ കണ്ടുപിടിച്ച സാധനമല്ല. മനസ്സിലായോ? അപ്പോൾ അത് ടെക്നിക്കലി എന്ത് സംഭവിച്ചു, അത് നമ്മുടെ സാധനമായിരുന്നു. പക്ഷെ 1997 ഇവരത് കൊണ്ട് ഇവർ പേറ്റന്റ് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ സാധനമായി. എടോ, പേറ്റന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ സാധനമല്ലേ, നമുക്ക് അതിൽ എന്തെങ്കിലും സേ ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് അവരുടെ സംഭവമായി. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അതായത് ഞാൻ സിംപ്ലി പറയുകയാണെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ്, ഓക്കെ, നമ്മളെ പോലത്തെ ഡെവലപ്പിംഗ് കൺട്രീസിലെ ആൾക്കാരെ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. ചൂഷണം ഇൻ ദ സെൻസ് ഇതേപോലത്തെ ചൂഷണം. അതായത് നമുക്കിതിനെ പറ്റി വലിയ ധാരണ ഇല്ല എന്ന് കരുതി എന്താ പറയുക, അവർ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ട്രഡീഷണൽ നോളജ്, അത് ഞാൻ അതിലേക്ക് വരാം, അത് നമുക്ക് പറയാനുണ്ട്. നമ്മുടെ ട്രഡീഷണൽ നോളജും സംഭവങ്ങളൊക്കെ അവരടിച്ചെടുത്ത് അവരതാണെന്നും പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്താണ്, ഒരു ഇഷ്യൂ അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ അതിനൊക്കെ പ്രോപ്പറായിട്ടുള്ള എന്തുണ്ടാവണം, റെഗുലേഷൻസ് ഉണ്ടാവണം. അപ്പോൾ അവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ പല എന്താ പറയുക പ്രോഡക്ട്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടേമറിക്, നീം, ഇതൊക്കെ നമ്മളെ ട്രഡീഷണൽ ആയുർവേദിക് മെഡിസിൻസിലൊക്കെ കാണുന്ന അല്ലേ, ട്രഡീഷണൽ ഹെർബൽ മെഡിസിൻസിലൊക്കെ കാണുന്ന കോമ്പൗണ്ട്സ് ആണ് ഈ പറയുന്ന ടേമറിക്കും നീമും ഒക്കെ. അപ്പോൾ ഈ അതായത് മഞ്ഞളും വേപ്പും ഒക്കെ. അപ്പോൾ ഈ ടേമറിക്കും നീമും ഒക്കെ പലതരത്തിലുള്ള മെഡിസിൻസിൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ അവരതാന്ന് പറഞ്ഞിട്ട് ഡെവലപ്ഡ് കൺട്രീസിൽ കൊണ്ടുപോയി സെല് ചെയ്താൽ അവർക്ക് പൈസയും കിട്ടും. നമ്മുടെ ഐഡിയ ആണ്, നമ്മുടെ കോൺസെപ്റ്റാണ്, പൈസ മൊത്തം അവർക്ക്, ലാഭം മൊത്തം അവർക്ക്. എങ്ങനെയുണ്ട് പരിപാടി അത്ര നല്ല പരിപാടി അല്ല അല്ലേ? അപ്പോൾ അതിനൊക്കെ പ്രോപ്പറായിട്ടുള്ള എന്ത് വേണം, റെഗുലേഷൻസ് വേണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, അവിടെയാണ് ബയോ പൈറസി എന്ന് പറഞ്ഞ ടേമിന് വാല്യൂ വരുന്നത്. എന്താണ് ടേം? ബയോ പൈറസി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്, നിങ്ങൾക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. 2 മാർക്സിനോ ഈവൻ 2 മാർക്സിനെ ചോദിക്കുള്ളൂ, 5 മാർക്സിനൊന്നും ചോദിക്കേണ്ടാവില്ല. ഇല്ലെങ്കിൽ പിന്നെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുമ്പോൾ ചോദിക്കാറുണ്ട്. എനിവേസ്, ബയോ പൈറസി എന്താണ്? ബയോ പൈറസി ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞിടാം. യൂസ് ഓഫ് ബയോ റിസോഴ്സസ് ബൈ മൾട്ടിനാഷണൽ കമ്പനീസ്. ഓക്കെ, മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ MNCs. എന്താണ് MNCs? മൾട്ടിനാഷണൽ കമ്പനീസ്, ഈ വലിയ വലിയ കോടീശ്വരന്മാരായ കമ്പനീസ്. ഓക്കെ, ഈ മൾട്ടിനാഷണൽ കമ്പനീസ് എന്തുപയോഗിക്കും? ബയോട്ടിക് റിസോഴ്സസ് അല്ലെങ്കിൽ ബയോളജിക്കൽ റിസോഴ്സസ് ഉപയോഗിച്ചോട്ടെ, പ്രശ്നമില്ല. പക്ഷെ അവരെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? Without proper authorization from the countries and people concerned without compensatory payment. സംഭവം ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കൊണ്ടുപോയ ഒരു സാധനം അവരതാണെന്നും പറഞ്ഞിട്ട് അവരത് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്ത് അവരത് മാർക്കറ്റ് ചെയ്ത് അവരത് സെല് ചെയ്ത് അവർക്ക് ലാഭം കിട്ടും. ആൻഡ് ഇത് എവിടെ നിന്ന് കിട്ടി ഇവർക്ക് ഈ ഒരു ഐഡിയ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഹെർബൽ മെഡിസിൻ ആണെന്ന് വിചാരിച്ചോ. ഒരു ഹെർബൽ മെഡിസിൻ അവർക്ക് അത് ട്രഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ഒരു ഡെവലപ്പിംഗ് കൺട്രിയിലുള്ള ഏതെങ്കിലും ഒരു കൾച്ചറിലുള്ള ഏതെങ്കിലും ഒരു ട്രഡീഷണൽ മനുഷ്യൻ്റെ അടുത്ത് നിന്ന് അവർക്ക് ഈ നോളജ് കിട്ടിയെന്ന് വിചാരിച്ചോ. ഇതിങ്ങനെ ചെയ്താൽ, ഇപ്പോൾ നീം അരച്ചാൽ ഇങ്ങനെ ആക്കിയാൽ ഇന്ന ഗുണം ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഇത് അവരൊരു പാക്കറ്റ് ചെയ്ത് അവർ പ്രൊഡ്യൂസ് ചെയ്ത് അവരെന്ത് ചെയ്തു? അവരതാണെന്ന് പറഞ്ഞിട്ട് അവരത് മാർക്കറ്റ് ചെയ്യുന്നു. അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ മനുഷ്യൻ്റെ അടുത്ത് നിന്നാണത് കിട്ടിയതെന്നോ ഈ കൺട്രീൻ്റെ അടുത്ത് നിന്നാണത് കിട്ടിയതെന്നോ അത് ഈ കൾച്ചറിലുള്ള ബുക്കിൽ നിന്ന് കിട്ടിയതാണെന്നോ ഒന്നും അവർ പറയത്തില്ല. അതേപോലെ ഈ പാവം മനുഷ്യനും എന്ത് ചെയ്യത്തില്ല? ഒരു പൈസയും കോമ്പൻസേറ്റ് ആയിട്ട് കൊടുക്കത്തുമില്ല. അവരെ സാധനമാണെന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യും? അവർ വിൽക്കും. മനസ്സിലായോ? അവർ മാർക്കറ്റ് ചെയ്യും. അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആണ്. സോ അതിനെയാണ് ബയോ പൈറസി എന്ന് പറയുന്നത്. സോ ബയോ പൈറസി ഇസ് നോട്ട് എ ഗുഡ് തിങ്. അപ്പോൾ ബയോ പൈറസി ഇസ് ദ യൂസ് ഓഫ് ബയോ റിസോഴ്സസ് ബൈ മൾട്ടിനാഷണൽ കമ്പനീസ് ആൻഡ് അതർ ഓർഗനൈസേഷൻ വിത്തൗട്ട് പ്രോപ്പർ ഓതറൈസേഷൻ. വേറെ ഓർഗനൈസേഷനുകൾ പ്രോപ്പർ ഓതറൈസേഷനോ കോമ്പൻസേറ്ററി പേയ്മെൻറ്റോ ഒന്നും കൊടുക്കാതെ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ബയോളജിക്കൽ റിസോഴ്സസ് യൂസ് ചെയ്താൽ വി കോൾ ഇറ്റ് ബയോ പൈറസി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ആൻഡ് ഇതിൽ തന്നെ
Yeah, see, it's a beautiful picture. I found it online. It's really beautiful, അല്ലേ? എന്ത് നിങ്ങൾ കാണുന്നത്? You're basically seeing someone who's stealing some kind of formula. Okay, from someone who's kind of like poor അല്ലെങ്കിൽ വീക്ക്. അപ്പോൾ ഇയാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്കൊരു സേ ഇല്ലടോ. ഇയാളൊരു ഡെവലപ്പിംഗ് കൺട്രിയിലെ ഒരു പാവം കർഷകനാണെന്ന് വിചാരിക്കും. ഹീസ് എ പുവർ മാൻ, ഹീസ് എ പുവർ ഫാമർ. ഓക്കെ, അപ്പോൾ ഇയാളെടുത്തുനിന്ന് ഇയാൾ കണ്ടുപിടിച്ച ഒരു സാധനം അല്ലെങ്കിൽ ഇയാളുടെ ഒരു ബേസിക് ഐഡിയ ആരാ മോഷ്ടിക്കുന്നത്? ഏതോ ഒരു വലിയ ആളാ മോഷ്ടിക്കുന്നത്. സം മൾട്ടിനാഷണൽ കമ്പനി ഇറ്റ് ക്യാൻ ബി. ഓക്കെ, അവർ മോഷ്ടിച്ച് ദേ ആർ ടേക്കിംഗ് ഇറ്റ് ആസ് ദെയർ ഓൺ ആൻഡ് ഇയാൾക്കൊരു സേ ഇല്ലാണ്ടായി പോവാണ്. ആൻഡ് ദിസ് ഇസ് എ ബിഗ് ഇഷ്യൂ. ഇത് ആര് ഈ ഇഷ്യൂ സോൾവ് ചെയ്യും? അല്ലെ, ഈ ഇഷ്യൂ ഒക്കെയാണ് ശരിക്കും കാണപ്പെടേണ്ടത്. ഇതൊരു ചെറിയ ഇഷ്യൂ അല്ലടാ, ഇതൊരു ചെറിയ ഇഷ്യൂ അല്ല. നമുക്കത് ചെറിയ ഇഷ്യൂ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവില്ല. ഇറ്റ്സ് നോട്ട് എ സ്മോൾ ഇഷ്യൂ. നമ്മുടെ ട്രഡീഷണൽ നോളജും നമ്മുടെ ട്രഡീഷണൽ കാര്യങ്ങൾക്കും എല്ലാവർക്കും പുച്ഛമാണ്. പക്ഷെ നമ്മുടെ സാധനങ്ങൾ രഹസ്യമായി ചോർത്തിക്കൊണ്ട് അവിടെ പോയിട്ട് മാർക്കറ്റ് ചെയ്ത് വിൽക്കാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. അത് നടക്കുമോ? ഇല്ല. ഒന്നെങ്കിൽ നമ്മളെ ട്രഡീഷൻസിനെ റെസ്പെക്ട് ചെയ്യണം, നമ്മുടെ ട്രഡീഷണൽ നോളജിന് വേണ്ടത്ര ഓതറൈസേഷൻ തരണം, വേണ്ടത്ര എന്താ പറയുക വാല്യൂ തരണം, എന്നിട്ട് നമുക്ക് ക്രെഡിറ്റ് തരണം. ഇത് ക്രെഡിറ്റ് നമുക്കില്ല, ഒന്നും നമുക്കില്ല. എല്ലാവർക്കും ലാഭം അവർക്ക്, ക്രെഡിറ്റ് അവർക്ക്, എല്ലാവർക്കും ഇല്ല. ലാഭത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് തരണം, അതുമില്ല. സോ അതാണ് ഈ പറഞ്ഞ ബയോ പൈറസിയിൽ മെയിനായിട്ടും വരുന്ന പ്രശ്നം വരുന്നത്. അപ്പം നമ്മളെ പോലത്തെ രാജ്യങ്ങൾ, നമ്മളെ പോലത്തെ ഡെവലപ്പിംഗ് നേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിച്ച് അല്ല. വി ആർ നോട്ട് ഫൈനാൻഷ്യലി റിച്ച്, വി ആർ ഫൈനാൻഷ്യലി പുവർ, ബട്ട് വി ആർ റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റി. ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയണോ? വേണ്ട. സോ വി ആർ റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റി ആൻഡ് വി ആർ റിച്ച് ഇൻ ട്രഡീഷണൽ നോളജ് ആസ് വെൽ. നമുക്ക് ട്രഡീഷണൽ നോളജ് ഒരുപാടുണ്ട്, നമുക്ക് ബയോഡൈവേഴ്സിറ്റി ഒരുപാടുണ്ട്. പക്ഷേ വി ആർ ഫൈനാൻഷ്യലി ബ്രോക്ക്. പക്ഷേ ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസ് അല്ലെങ്കിൽ ബിഗ് നേഷൻസിൻ്റെ സിറ്റുവേഷൻ എന്താ? അവർ ഫൈനാൻഷ്യലി റിച്ച് ആണ്, പക്ഷേ അവർക്ക് ബയോഡൈവേഴ്സിറ്റിയും ഇല്ല, ട്രഡീഷണൽ നോളജും ഇല്ല. സോ they tend to steal it from us. നമ്മുടെ അടുത്ത് മോഷ്ടിച്ച് അവരുടേതായിട്ട് അവിടെ പ്രസിദ്ധീകരിച്ച് അവരെന്ത് ചെയ്യും? ലാഭം ഉണ്ടാക്കും. അപ്പം വീണ്ടും അവർ മേലോട്ടും നമ്മുടെ താഴോട്ടും പോകും. മനസ്സിലായോ? സോ അതാണ് ബയോ പൈറസിയിൽ വരുന്നത്. ആൻഡ് ദാറ്റ്സ് എ ബിഗ് ഇഷ്യൂ. ഓക്കെ, അപ്പം ഇതാണ് സെയിം ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ട്രഡീഷണൽ നോളജ് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പം കോമ്പൻസേഷൻ കൊടുക്കത്തില്ല, പിന്നെ അവർ കോമ്പൻസേഷൻ തരുമല്ലേ, അവർ കോമ്പൻസേഷനും തരത്തില്ല, ഒരു തരത്തിലുള്ള ബെനിഫിറ്റ്സും ഈ പറഞ്ഞവനുണ്ടാവില്ല. ഈ ട്രഡീഷണൽ നോളജ് കൊടുത്തവന് ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള ബെനിഫിറ്റ്സും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഇതിന് പ്രോപ്പറായിട്ടുള്ള റെഗുലേഷൻസ് വരണം എന്നുള്ളത് നിർബന്ധമാണ്. അവിടെയാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ചെയ്തത്. ഇന്ത്യൻ പാർലമെൻറ്റ് സെക്കൻഡ് അമെൻമെൻറ്റ് ഓഫ് ഇന്ത്യൻ പേറ്റൻസ് ബിൽ കൊണ്ടുവന്നത്. ഇന്ത്യൻ പേറ്റൻസ് ബിൽ എന്ന് പറഞ്ഞൊരു ബില്ലുണ്ട്. ഈ ഇന്ത്യൻ പേറ്റൻസ് ബില്ല് രണ്ടാമത്തെ തവണ അമെൻഡ് ചെയ്യപ്പെട്ടു എന്ന് വെച്ചാൽ മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ എന്താ ഇന്ത്യൻ പാർലമെൻറ്റ് ആരാ ചെയ്യുന്നത് ഈ പരിപാടി? പാർലമെൻറ്റ്. അപ്പോൾ പാർലമെൻറ്റ് എന്ത് ചെയ്തു? ഒരു ഇന്ത്യൻ പേറ്റൻസ് ബിൽ എന്ന് പറഞ്ഞ ബില്ലുണ്ട്. ആ ബില്ല് ഇവരെന്ത് ചെയ്തു? രണ്ടാം തവണ അമെൻഡ് ചെയ്തു. വിച്ച് മീൻസ് ആദ്യത്തെ തവണ ഓൾറെഡി അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് അമെൻമെൻറ്റ് അവർ കൊണ്ടുവന്നു. അതിന് സെക്കൻഡ് അമെൻമെൻറ്റ് വഴി പല റെഗുലേഷൻസും കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഓക്കെ, എന്തൊക്കെയാ? പേറ്റന്റ് ടേംസിൽ ഒരുപാട് കണ്ടീഷൻസ് ആൻഡ് ക്ലോസസ് വെച്ചു. അതേപോലെ എമർജൻസി പ്രൊവിഷൻസ് വെച്ചു, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ് വെച്ചു. അങ്ങനെ പല സംഭവങ്ങൾ. അതായത് ഇങ്ങനെ ഒരു ബില്ല് നമുക്കുണ്ട്. ആൻഡ് ഈ ബില്ല് ഉള്ളത് കൊണ്ടും ഈ ബില്ല് അമെൻഡ് ചെയ്യപ്പെട്ട് റെഗുലേഷൻസ് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആക്കിയത് കൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ ബയോ പൈറസി കുറേയൊക്കെ കൺട്രോൾഡാണ്. ഓക്കെ, ഇതൊക്കെയാണ് എത്തിക്കൽ ഇഷ്യൂസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സംഭവം പറയുകയാണെങ്കിൽ ഈ ചാപ്റ്റർ ഇവിടെ കഴിയണം. ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ടൊന്നും തന്നെ പഠിക്കാനില്ല. അപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ അഗ്രികൾച്ചറിലുള്ള ബയോടെക്നോളജീൻ്റെ ആപ്ലിക്കേഷൻ പഠിച്ചു, മെഡിസിനിലുള്ളത് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ജനിക് ആനിമൽസ് പഠിച്ചു, എത്തിക്കൽ ഇഷ്യൂസും പഠിച്ചു, 4 സെക്ഷൻ പഠിച്ചു. നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. വളരെ ചെറിയ ചാപ്റ്റർ അല്ലേ? സിമ്പിൾ ചാപ്റ്റർ അല്ലേ? നിങ്ങൾക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന ചാപ്റ്റർ അല്ലേ? അതെ. ഓക്കെ, ആൻഡ് നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് കൊണ്ട് നോക്കിയിട്ട് ഈ ചാപ്റ്റർ എൻഡ് ചെയ്താലോ? ലാസ്റ്റിലേക്കുള്ള ടോപ്പിക്സ് ഒക്കെ വളരെ സിമ്പിൾ തന്നെയായിരുന്നു അല്ലേ? ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നോക്കിയിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. ഫസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ എന്താ ചോദിക്കുന്നത്? ദ റീജനറേഷൻ ഓഫ് ഹോൾ പ്ലാന്റ്സ് ഫ്രം എനി പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഗ്രോൺ അണ്ടർ സ്റ്റെറൈൽ കണ്ടീഷൻസ് ഇസ് കോൾഡ് ടിഷ്യൂ കൾച്ചർ. ആയിക്കോട്ടെ, നമുക്കറിയാം ദ ജനറൽ ടേം ഫോർ ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ടേക്കൺ ഔട്ട് ഫോർ ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചറിന് വേണ്ടി നമ്മൾ എടുക്കുന്ന പ്ലാന്റ് പാർട്ടിന്റെ പേരെന്താണ്? ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. എക്സ്പ്ലാന്റ് അല്ലേ? അത് എന്തോ ആവാം, ഇല ആവാം, റൂട്ട് ആവാം, സ്റ്റെം ആവാം, എന്തോ ആവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ കപ്പാസിറ്റി ടു ജനറേറ്റ് എ ഹോൾ പ്ലാന്റ് ഫ്രം എനി പ്ലാന്റ് പാർട്ട്. ഒരു ചെറിയ പ്ലാന്റ് സെൽ, ഒരു ചെറിയ പ്ലാന്റ് പാർട്ട് എടുത്തിട്ട് അതിനകത്ത് ഒരു ഫുൾ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ എന്ത് വിളിക്കും? വി കോൾ ഇറ്റ് ടോട്ടിപൊട്ടൻസി. ഇതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ള ടേമാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. എലൈസന്റെ ഫുൾ ഫോം. ഇതൊക്കെ നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ വീട്ടിലിരുന്ന് ഉണ്ടാക്കിയതല്ല. ഓക്കെ, എക്സ്പാൻഡ് എലൈസ എന്താ? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ അല്ലേ? ഇത് മോസ്റ്റ്ലി എലൈസയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ ഇതിൻ്റെ എക്സ്പാൻഷൻ മാത്രമേ ചോദിക്കാറുള്ളൂ. വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനം ചോദിക്കാറില്ല. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. എന്താ പറയുക,
എക്സ്പാൻഷൻ പഠിച്ചു വെക്കാം. ഓക്കെ, വിത്ത് സ്പെല്ലിംഗ് കേട്ടോ. എൻസൈം സ്പെല്ലിംഗ് അറിയാം, ലിങ്ക്ഡ് സ്പെല്ലിംഗ് അറിയാം, ഇമ്മ്യൂണോ സ്പെല്ലിംഗ് അറിയാം, സോർബൻറ്റ് പ്രശ്നമുണ്ടോ? സോർബൻറ്റ് ഇല്ല. അസേ പ്രശ്നമുണ്ടോ? ഇല്ല. എസ് എ അല്ല, അസേ ആണ് കേട്ടോ, എ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? സം എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആർ റിക്വയർഡ് ടു ഇവാലുവേറ്റ് ദ മൊറാലിറ്റി ഓഫ് ഓൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഓക്കെ, എക്സ്പ്ലെയിൻ ബയോപൈറസി. അതായത് ഈ എല്ലാ ആക്ടിവിറ്റീസിനും ചില എത്തിക്കൽ ലിമിറ്റ്സ് ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. എന്താണ് ബയോപൈറസി? നമ്മൾ പറഞ്ഞുകൊണ്ട് നിർത്തിയ ടോപ്പിക് അല്ല. ദ യൂസ് ഓഫ് ബയോ റിസോഴ്സസ് ബൈ മൾട്ടിനാഷണൽ കമ്പനീസ് വിത്തൗട്ട് പ്രോപ്പർ ഓത്തറൈസേഷൻ ഓർ എനി കോമ്പൻസേറ്ററി പേയ്മെന്റ്, ഇതൊക്കെയാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്, ബയോപൈറസി എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ചു പോകരുത് കേട്ടോ. ഞാൻ ഇപ്പം ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? എനിക്കതിൻ്റെ അർത്ഥം അറിയാം. അതിനുശേഷം ഞാനതൊരു 10 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ എനിക്കത് വായിൽ വരും. നിങ്ങൾക്കൊന്ന് വായിൽ വരുമോ? നിങ്ങൾക്കൊന്ന് വായിലും വരും, നിങ്ങൾക്ക് എക്സാം എഴുതാൻ കയ്യിലും കിട്ടും. പക്ഷേ ഇത് അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. അല്ലാണ്ട് പഠിച്ചു പോയാൽ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ മറന്നുപോകും. ഞാൻ +2 എക്സാം എഴുതിയിട്ട് കുറേ കാലമായി, പക്ഷെ ഞാനിവിടെ വന്നിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? അത് അർത്ഥം മനസ്സിലാക്കി പഠിച്ചോണ്ടാ. അർത്ഥം മനസ്സിലാക്കി പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. സോ നിങ്ങൾക്ക് വേറൊരാൾക്ക് ഫ്യൂച്ചറിൽ പറഞ്ഞു കൊടുക്കണമെങ്കിൽ, നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്കത് ആവശ്യപ്പെടണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. ഇപ്പോൾ ബയോപൈറസി മനസ്സിലാക്കി പഠിച്ച ഒരാൾക്ക് ഇനി സെൻറ്റൻസ് ഇംഗ്ലീഷിൽ ഫ്രെയിം ചെയ്യാനാണോ ബുദ്ധിമുട്ടില്ലാത്തവനെ എഴുതും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? ഇൻഫെക്ഷൻ ഓഫ് മെലോഡിക ഇൻ ഇൻകോഗ്നീഷ്യ. ആരാത്? പെസ്റ്റ് ആയിരുന്നു, ഒരു നെമറ്റോഡ് ആയിരുന്നു, ഓർമ്മയില്ലേ? ഇൻ ടൊബാക്കോ പ്ലാന്റ് വാസ് പ്രിവെന്റഡ് യൂസിങ് എ നോവൽ സ്ട്രാറ്റജി ഓഫ് RDNA ടെക്നോളജി. RDNA ടെക്നോളജി എന്നൊരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് നമ്മൾ അത് എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. ഐഡന്റിഫൈ ദ സ്ട്രാറ്റജി ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്. ഒന്നുമില്ല, നമ്മൾ RNA ഇന്റർഫിയറൻസ്. എന്താണ് RNA ഇന്റർഫിയറൻസ്? വരയ്ക്കണ്ടേ? ആ mRNA വരയ്ക്കണം, അതിനുശേഷം dsRNA വരയ്ക്കണം, ഈ കഥയൊക്കെ എഴുതണ്ടേ? എല്ലാം വൃത്തിക്ക് ഞാൻ ഏറ്റവും ഈ ടോപ്പിക്കിൽ, ഈ ചാപ്റ്ററിൽ സമയം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത ടോപ്പിക് അതാണ്. ചോദ്യം വന്നിട്ടുണ്ട്. നിങ്ങൾ 5 മാർക്കിൻ്റെ 10 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റനാണ് നിങ്ങൾ കാണുന്നത്. 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആട്ടോ, ഇത് രണ്ടും 5 മാർക്കിൻ്റെ ക്വസ്റ്റനാണ്. വന്നില്ലേ? ചോദ്യം വന്നില്ലേ? അതേപോലെ വന്നില്ലേ? എന്താണ് ടെക്നോളജി എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വരയ്ക്കുക കേട്ടോ. 5 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റന് നിങ്ങൾ വരച്ച് വെക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആവും. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി വാസ് ഗിവൺ ടു എ 4-year-old ഗേൾ ചൈൽഡ്. വാട്ട് വാസ് എ ഡിസോർഡർ ആൻഡ് വാട്ട് ഇസ് ദ കോസ് ഓഫ് ദിസ് ഡിസോർഡർ? ഓക്കെ, എന്തായിരുന്നു ആ ഡിസോർഡർ? ഒന്നുമില്ല, അഡിനോസിൻ ഡീഅമിനേസ് ഡെഫിഷ്യൻസി അല്ലേ? അഡിനോസിൻ ഡീഅമിനേസ് ഡെഫിഷ്യൻസി ആയിരുന്നു ഡിസോർഡർ എന്ന് പറയുന്നത്. പിന്നെന്താ, എന്താണ് അതിൻ്റെ കാരണം? എന്താണ്? ഡിലീഷൻ ഫോർ the gene of adenosine deaminase. Adenosine deaminase എന്ന എൻസൈം ഉണ്ടാക്കേണ്ട ആ ഒരു ജീന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 5 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ എന്താ ഉദ്ദേശിച്ചത്? നിങ്ങളുടെ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഞാൻ പഠിപ്പിച്ച സാധനങ്ങളെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നുള്ളൂ, മനസ്സിലായില്ലേ? പക്ഷേ ഈ 5 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടല്ല നിങ്ങൾ എക്സാമിന് പോകേണ്ടത്. ഞാൻ എല്ലാ ചാപ്റ്റർ അവസാനത്തിലും പറഞ്ഞ സാധനമാണ് പ്രീവിയസ് ഇയർ മസ്റ്റായിട്ട് പഠിക്കുക. ടേക്ക് മൈ വേർഡ് ഫോർ ഇറ്റ്. പ്രീവിയസ് ഇയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലെറ്റ് ഇറ്റ് ബി യുവർ any exams, board exams or whatever exams you are writing, ഫ്യൂച്ചർ ആണെങ്കിലും എപ്പോൾ ആണെങ്കിലും നിങ്ങൾ എന്ത് എക്സാം എഴുതാൻ പോയാണെങ്കിലും ഒരാളും പ്രീവിയസ് ഇയർ നോക്കാതെ പോകത്തില്ല. പ്രീവിയസ് ഇയർ നോക്കാതെ പോകുന്നൊരു മണ്ടന്മാരാ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മൊത്തം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾ പ്രീവിയസ് ഇയർ പഠിക്കണോ. പ്രീവിയസ് ഇയർ പഠിക്കാണ്ട് പോകുന്ന മണ്ടന്മാരാ. ഞാൻ അത്രയും പറയുള്ളൂ, ബാക്കി നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, സോ ദിസ് വാസ് ദ 5th ക്വസ്റ്റ്യൻ. അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തരാം. ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗവിൻ്റെ പേരെന്താണ്? ഏത് വർഷമാണ്? ഞാൻ ചോദ്യം എഴുതാം. ഓക്കെ, ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ ആണ് ഞാൻ ചോദിക്കുന്നത്. അല്ലെ ഫസ്റ്റ് ട്രാൻസ്ജെനിക് ആനിമൽ ആയിക്കോട്ടെ, അല്ലേ? ഫസ്റ്റ് ട്രാൻസ്ജെനിക് ആനിമൽ ഏതാണ്? ഫസ്റ്റ് ട്രാൻസ്ജെനിക് ആനിമൽ അല്ലെങ്കിൽ പേരെന്താണ്? ഏത് വർഷം? ഇയർ. ഓക്കെ, ഇയർ ഏതാണ്? അതേപോലെ തന്നെ എന്തത് പ്രൊഡ്യൂസ് ചെയ്തത്? എന്താണ് ഈ ട്രാൻസ്ജെനിക് ആനിമലിൻ്റെ സ്പെഷ്യാലിറ്റി? ഓക്കെ, എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതുകൊണ്ടായിരിക്കണമല്ലോ ഇത് ട്രാൻസ്ജെനിക് ആയത്. എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി? ആൻഡ് ഇത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് ആ സംഭവം? അപ്പം വാട്ട് പ്രോഡക്റ്റ് എന്ന് ചോദിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ട്രാൻസ്ജെനിക് ആനിമൽ ഏതാണ്? പേരെന്താണ്? അതേപോലെ തന്നെ ഏത് വർഷമായിരുന്നു? എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി? എന്ത് പ്രൊഡക്റ്റാണ് അത് ഉണ്ടാക്കിയത്? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അറിയണ്ടോ? ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അറിയെങ്കിൽ, നിങ്ങൾക്ക് ആൻസർ അറിയെങ്കിൽ താഴെ തന്നെ എന്ത് ചെയ്യുക?
കമൻറ്റ് ഇട്ടേക്കുക. ഓക്കെ, അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഡൗൺ. ഞാൻ കാണുന്ന നിമിഷം എനിക്കറിയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, ഞാൻ കമൻസിൽ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക്. ഓക്കെ, ഡോണ്ട് ഹെസിറ്റേറ്റ്. ഇവിടെ ആരും നിങ്ങൾക്ക് തടയാൻ പോകുന്നില്ല. നിങ്ങൾ കമൻറ്റ് ചോദിക്കുന്ന ആരും, നിങ്ങൾ ഡൗട്ട് ചോദിക്കുന്ന നിങ്ങളോട് ആരും പൈസ വാങ്ങാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കുക, നിങ്ങൾ ഡൗട്ട് ചോദിക്കുക എന്നുള്ളത് കമൻസിൽ ഇടാനുള്ള നിങ്ങളുടെ അധികാരമാണ്. സോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ യൂസ് യുവർ റൈറ്റ് ആൻഡ് ഡു ദാറ്റ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഈ ചാപ്റ്റർ മുഴുവൻ കേട്ട് എൻ്റെ കൂടെ ഇവിടം വരെ എത്തിയ ആൾക്കാരാണെങ്കിൽ ഗുഡ് ജോബ് ഗൈസ്. നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഗുണം എക്സാം ഹാളിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഐ എം 100% ഷുവർ. ആൻഡ് ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എന്ത് എക്സാംസ് ഇനി ഫ്രണ്ടിലേക്ക് വരുന്നുണ്ടെങ്കിലും ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ആ എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൻഡ് അൺടിൽ വി സീ ഫോർ ദ നെക്സ്റ്റ് ചാപ്റ്റർ, ഫോർ ദ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ, ഗുഡ് ബൈ, ടാറ്റാ.